ഖുർആനിൽ നമസ്കാരത്തെയും സക്കാത്തിനെയും ചേർത്ത് പറഞ്ഞത് 32 തവണയാണ്. മരുന്നിനെ കുറിച്ച് പറഞ്ഞത് ആയിരക്കണക്കിന് തവണയാണ്. അതെങ്ങനെയാണ് നമ്മൾ ചർച്ചയാവാതിരിക്കുക? നമസ്കാരവും സക്കാത്തും ചേർത്ത് പറഞ്ഞത് 32 തവണയാണ്. എന്നാൽ ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞതോ ആയിരക്കണക്കിന് തവണയാണ്. 5 നബിമാരെ അങ്ങോട്ട് കൂട്ടി. 5 നബിമാർ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഇതിഹാസ പുരുഷര, അതല്ല, അവരാണ് ഉലുൽ അസ്മ്. അവരിൽ അങ്ങോട്ട് കൊണ്ടുവച്ചു. ഏത്? സൂറത്ത് വത്തീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തീനി വസ്സൈതൂനി വതൂരി സീനിൻ വഹാദൽ ബലദിൽ അമീൻ. ഇനി പറഞ്ഞെന്താ? ഇനി ആരോഗ്യ. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. വത്തീനി വസ്സൈതൂൻ വതൂരി സീനിൻ വഹാദൽ ബലദിൽ അമീൻ. മനുഷ്യാരോഗ്യത്തിന്റെ ബേസാണ് ഈ 4 കാര്യം. ഇത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിയപ്പോൾ അതിന്റെ സൗന്ദര്യത്തിൽ ഞങ്ങൾ നമസ്കാരത്തിൽ മതിമറന്നു പോയി എന്ന് സ്വഹാബികൾ പറഞ്ഞ ഹദീസ് കാണുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും ഒരു വട്ടം ഓരോ ദിവസം, യാത്രയാണെങ്കിൽ പ്രത്യേകിച്ചും, ഒന്നിരിക്കൽ ഇശാഇന് അല്ലെങ്കിൽ സുബഹിന്, അതിനായിരിക്കും ഈ സുബഹ് നമസ്കാരത്തിന്റെ സാധാരണ വത്തീനി ഓതുന്നൊരു ശൈലി നമ്മുടെ നാട്ടിലുണ്ടാകുന്നുണ്ട് അല്ലേ? അല്ലേ? സുബഹിക്കൊരു വത്തീനി ഓതുന്ന ശൈലി. വത്തീനി ആരോഗ്യത്തെ കുറിച്ച് പറയാം. ആരോഗ്യമാണ് ഒരുപാട്. ഒരു സൂറത്തിൽ എന്താ പറയുന്നത് എന്ന ചോദ്യത്തിന് അർത്ഥമില്ല. ഏത് സൂറത്തിലും എല്ലാം പറയുന്നുണ്ട് എന്നാണ് എൻ്റെ എപ്പോഴത്തെ മനസ്സിലാക്കുക. എല്ലാം എല്ലാത്തിലും ഉണ്ട്. വത്തീനിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഫിലോസഫി ഉണ്ട്, മെഡിക്കൽ സയൻസ് ഉണ്ട്, ഇനി അപ്പുറത്ത് പരലോകമുണ്ട്, ഈ ലോകമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ചരിത്രമുണ്ട്, പിന്നെ ലോകത്തിന് ജോഗ്രഫിക്കൽ ബേസ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ബേസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു സൂറത്തിൽ എന്ത് പറയുന്നു എന്ന ചോദ്യത്തിന് അർത്ഥമില്ല. കാരണം ഇത് അള്ളാഹുവിന്റെ കലാമല്ലേ. ഇതിന്റെ ഒരു അവസ്ഥ എന്താ? തീൻ. തീൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഏതാ? തീൻ എന്നത് ആദ്യത്തെ ഉലുൽ അസ്മിന്റെ മണ്ണ. ആദ്യത്തെ ഉലുൽ അസ്മ് ആരാ? മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ നങ്കൂരമിട്ടത് അത്തിമരങ്ങൾക്കിടയിലാണ്. അത്തി എന്നത് അവിടുന്നാണ്. പിന്നെ ഇന്ന് കാണുന്ന ഈ ലോക ജനസഞ്ചയം അവിടുന്നാണ്. ആ മണ്ണിന് സൂഖു സമാനീൻ, 80 ആളുകളുടെ പട്ടണം എന്ന് പറയപ്പെട്ടു. അവിടെ 80 ആളുകളാണ് കപ്പലിൽ നിന്ന് ഇറങ്ങിയത്. ഇതാണ് ഏറ്റവും അവസാനത്തെ അഭിപ്രായം. കൂടുതലുള്ള അഭിപ്രായം അതാണ്. എന്ന് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു മസാലിക്കുൽ ഹുനഫായിലും അത്തഅലീമ വൽ മിന്ന എന്ന ഹബീബ റസൂലുള്ളാഹിന്റെ പരമ്പരയെ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളിൽ ഇത് വളരെ സവിസ്തരം മഹാനായ ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. വത്തീൻ എന്ന് പറയുന്നത് സത്യത്തിൽ അത്തിമരങ്ങളാ, അത്തിപ്പഴം. അത് വലിയ ചർച്ചയാണ്. ലോകത്ത് ആരോഗ്യദായകമായ ഏറ്റവും വലിയൊരു സാധനമാണ്. മനുഷ്യന് ഋതുബത്ത് ആവശ്യമില്ലാത്ത ഈ മേധസ്സുകളെ മുഴുവൻ ഇല്ലാതാക്കും. ഈ നമ്മുടെ ഇടയിൽ ഇപ്പോഴും പുതിയ സമ്പ്രദായം ഉണ്ടായിട്ടുണ്ട്. നോമ്പ് തുറക്കുന്ന നേരത്തൊക്കെ അത്തിപ്പഴം കഴിക്കാൻ വളരെ നല്ല ഉഷാറുള്ള സംഗതിയാണത്. ആരോഗ്യത്തിന് വളരെ ദായകമാണ് അത്തീൻ. വത്തീൻ വെറുതെ പടച്ചാൻ അങ്ങനെ പറയൂല്ല. അള്ളാഹു അങ്ങനെ വെറുതെ പറയൂല്ല. അത്തിമരത്തെ കുറിച്ച് സത്യം ചെയ്യണമെങ്കിൽ കാരണം ഉണ്ടായിരിക്കും. അവിടെ നിന്നാണ് ഇന്നത്തെ ഇന്നത്തെ ഈ ലോകത്തെ നാഗരികതകളൊക്കെ ഈ പിന്നീടുണ്ടായ സിവിലൈസേഷൻസിന്റെ മുഴുവൻ ബേസാണത്. കാരണം അവിടെയാണല്ലോ 80 ആളുകളുടെ അങ്ങാടി. അവിടെയാണല്ലേ, അതിന്റെ മുകളിലാണ്, അതിന്റെ നടുവിലാണ് ഇപ്പോഴും എന്തുള്ളത്? സഫീനത്ത് നൂഹ് ഉള്ളത്. അതാണ് ജൂദി പർവ്വതം. വസ്തവത്തായ ജൂദി എന്ന് ഹൂദിൽ പറയുന്നുണ്ട്. അത് അത്തിമരങ്ങളുടെ നാടാ. ആ അത്തിമരങ്ങൾക്ക് നടുവിലാണ് നങ്കൂരം ഇട്ടത്. അത്തിപ്പഴം ആരോഗ്യദായക. പിന്നെ വസ്സൈതൂൻ. എന്താണ് ഇതിനെ കുറിച്ച് നമുക്ക് പിന്നെ ചർച്ച പറയാം. എന്താണതൊക്കെ? സൈത്തൂൻ എന്നത് അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഉപമിച്ചത് സൈത്തൂനാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ. സൂറത്തുൽ ആയത്തൊരു ആരോഗ്യം കൂടുന്ന ഈ ആയത്തിന്റെ പേര് ആയത്തു നൂർ എന്നാണ്. അള്ളാഹു നൂറാണ്, മുഹമ്മദ് നൂറാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആൻ നൂറാണ്, ഈ സൂറത്ത് നൂറാണ്, ഈ ആയത്ത് നൂറാണ്. നൂറ് 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 നൂറ്.
മനസ്സിലായില്ലേ പറഞ്ഞത്? അള്ളാഹു നൂറാണ്, മുഹമ്മദ് നൂറ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുർആൻ നൂറാണ്, ഈ സൂറത്ത് നൂറാണ്, ഈ ആയത്ത് നൂറാണ്. നൂറിൽ നിന്ന് 100 വരെയാണ്. ഇത് ഭയങ്കര ആയത്താണ്. ഈ ആയത്ത് ഒരു ദിവസം ഓടിയത്തിൽ അത് മതിയാവും മനുഷ്യന് ആരോഗ്യ സംരക്ഷണം ഉണ്ടാവുന്ന. ഈ ആയത്തോടി ആരോഗ്യദായകമായ ഒരുപാട് കാര്യങ്ങൾ ആ ആയത്തിൽ പറഞ്ഞു. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. ഒന്നോടി നോക്ക്. മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫിഹാ മിസ്ബാഹ്. നൂറിന്റെ എത്രാമത്തെ ആയത്താണിത്? 35. വിദ്യാർത്ഥികൾ, നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അറിയും. അതൊക്കെ ബേസായിട്ട് നമ്മൾ 10 കൊല്ലം മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് അടിത്തറയാണ്. അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അത് അടിത്തറയുള്ള ആയത്തുകളാണ് അതൊക്കെ. സൂറത്ത് നൂറിൽ 35. ഇന്ന് പഠിക്കാത്തവർ ഇന്ന് പഠിച്ചിരിക്കണം. അത് ദിവസം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലികളാണ് മതിയെന്ന് നിനക്ക്. നിനക്ക് നിന്റെ ആരോഗ്യത്തിൽ എന്താണ് ഈ ഖുർആനെ വിചാരിച്ചത്? അലൈക്കും ബിശിഫാഇൻ. ഷിഫയുടെ 2 സാധനത്തെ ഉപയോഗിക്കുക. ഒന്ന് ബിൽ ഖുർആൻ, ഒന്നാമത്തെ ഖുർആനാണ്. അത് നിനക്ക് മതി. അത് എന്നെ അങ്ങോട്ട് എല്ലാ മേധസ് കളയാനും ആരോഗ്യ മാനസിക ശാരീരിക ആരോഗ്യത്തിന് ഏറ്റവും ഉപയുക്തമാവുന്നത്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ തന്നെ ഒരു നിലക്ക് വേദഗ്രന്ഥങ്ങളെ കാണേണ്ടത് കാണാതെ പോയിട്ട് ഒരു പകുതി തന്നെ നമ്മൾ നിരീശ്വരവാദി ആയോന്നാണ് ഇപ്പൊ എന്റെ കണ്ടെത്തൽ. അതാ ഞാൻ പറയാം. ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ തള്ളിയപ്പോൾ നമ്മൾ തന്നെ ഒരു നിലക്കൊരു കമ്മ്യൂണിസം നമ്മളിൽ തന്നെ വന്നുപോയിട്ടുണ്ട്. ഒരുത്തരം നിരീശ്വരവാദം നമ്മളിൽ കയറിപ്പോയിട്ടുണ്ട്. നമ്മൾ അറിയാതെ നമ്മൾ അതൊക്കെ ആയിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്നറിയോ? നമ്മളെ ഈ താത്വികമായ അടിത്തറ, നേരത്തെ ആ അടിത്തറ നമ്മുടെ മഹത്തുക്കളുടെ മണ്ണാണ്. മണ്ണിന് പ്രത്യേകത ഇല്ലേ? മണ്ണിന് പ്രത്യേകത ഇല്ലേ? മണ്ണിന് പ്രത്യേകതയുണ്ടല്ലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അസ്രായിൽ അലൈഹി സ്വലാം റൂഹിനെ പിടിക്കാൻ വന്നപ്പോൾ അടിച്ചു എന്ന ഹദീസുണ്ട്. അടിച്ചു എന്ന ഹദീസുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് ഹദീസ്. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് ഹദീസ്. 659 559 ആണ്. ബഹ്റൈനിന്ന് കഴിഞ്ഞ അടുത്ത ക്ലാസ് കേട്ടിട്ട് കുറച്ച് ആളുകൾക്ക് സംശയം, അത് കാസിമി ബുഖാരി കടത്തി കൂട്ടിയതാണോ എന്ന് ആരോ ബഹ്റൈനിൽ നിന്നെ വല്ലാതെ വിളിച്ച് ശല്യം ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ നമ്പർ നെറ്റ് നോക്കി എടുത്തു കൊടുത്തു. 659 559 ആണ് ഹദീസ്. സ്വഹീഹുൽ ബുഖാരി. അതായത് ഇതൊക്കെ പറയാന്നല്ലാതെ വിശ്വാസം പഠിക്കുന്ന പരിപാടി നമുക്കില്ല. ആദ്യം കൊണ്ട് കൊടുത്തു. ആരെ അടിച്ചത്? മഹാനായ സയ്യിദന അസ്രായിലിനെ അടിച്ചു. ആരടിച്ചു? സയ്യിദന മൂസാ അലൈഹി അടിച്ചു. ഓടിച്ചിട്ട് അടിച്ചു വിട്ടു. അതൊക്കെ ഓടിക്കാൻ കഴിയുമോ? നമുക്ക് എനിക്കും നിനക്കും കഴിയില്ല. ഇത് സയ്യിദന മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഞാൻ നിങ്ങളോട് കുഞ്ഞായി മുസ്ലിയാർ പറഞ്ഞില്ലേ, നരകം എനിക്ക് പേടിയില്ല, എനിക്ക് എൻ്റെ റബ്ബിനെ മാത്രമേ പേടിയുള്ളൂ, നരകത്തിന് എനിക്ക് പേടി തന്നെയല്ല. പിന്നെ മാവിലായിക്കാര് പിന്നെ തീയന്മാരെ കൂട്ടത്തിൽ ഞാനും നരകത്തിൽ കിടന്നാൽ അവര് പറയും, പഠിച്ച നമ്മളെ മൂല്യരാപ്പള ഈ ലായിലാന്നൊക്കെ ചെല്ലി നടന്നിട്ട് മൂല്യരാപ്പളി നമ്മളെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് നരകത്തിലിട്ട് കളിയാക്കുന്നെ മാവിലായിക്കാര് തീയന്മാര്. അപ്പൊ പിന്നെ ലായിലായിലതൊക്കെ ഒരു മോശമുണ്ട്, അത്രേ ഉള്ളൂ. എനിക്ക് നരകത്തിന് ഒരു പേടിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ ലോകത്തുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. മണ്ണിന് പ്രത്യേകതയല്ലേ? ആദ്യം കൊടുത്ത് ഓട്ടിച്ചു. പിന്നെ അള്ളാന്റെ അടുക്കൽ പോയി സയ്യിദന അസ്രായിൽ. ഈ ഹദീസ് ബുഖാരി എന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. എന്നോട് ചോദിച്ചു, പഠിച്ചവനെ ഇതെന്ത് മനുഷ്യനാണ്? അർസൽതനില ഇലാ മൻ ലാ യുരീദുൽ മൗത. ഈ മനുഷ്യന് മരിക്കാൻ ഒരു പൂതിയില്ല, ആ ആളെടുത്ത് കള്ള ഇന്നെ പറഞ്ഞേച്ച്. അപ്പോൾ പറഞ്ഞു, മരിക്കാനൊക്കെ മൂസാക്ക് ആഗ്രഹമുണ്ട്, ഷർത്ത് എന്താണെന്ന് ചോദിക്കുകയും. അള്ളാഹ്ക്ക് ഷർത്ത് അറിയാം. മൂസാ നബി ഷർത്ത് അസ്രായിലിനെ മടക്കി പറഞ്ഞയച്ചു. എന്താ നിങ്ങൾ ആവശ്യം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഖരീബിനി ഇലൽ ഖുദ്സി റംയത്താജരി. ഈ ഫലസ്തീന്റെ ഈ ഭാഗത്ത് വെച്ച്, ഈ അങ്ങേ നാട്ടിൽ വെച്ച് എന്നെ മരിപ്പിക്കാൻ പാടില്ല. എന്നെ ബൈത്തുൽ മുഖദ്ദസിന്റെ മണ്ണിൽ മരിപ്പിക്കണം. ആ മണ്ണിൽ എനിക്ക് കിടക്കണം. പിന്നെ ഇവിടുന്ന് മരിപ്പിച്ചിട്ട് അവിടെ കൊണ്ടുപോയാൽ പോരെന്ന്. അങ്ങനെ പറ്റില്ല. ലാ തുങ്കലു അജ്സാദുൽ അംബിയാ. അമ്പിയാക്കൾ ഒരു നാട്ടിൽ മരിച്ചാൽ, ഒരു മണ്ണിൽ മരിച്ചാൽ അവിടുന്ന് വേറൊരു നാട്ടിലേക്ക് നീക്കം ചെയ്യാൻ പാടില്ല. അതാണ് ഏറ്റവും വിഷയം. ഇന്ന് നമുക്കും തന്നെ ചില ആളുകളെ ഗൾഫിൽ നിന്ന് മരിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു വ്യായാമമുണ്ട്. അതൊന്നും നല്ല സംഗതിയല്ല. ഒരാൾ ഒരു മണ്ണിൽ മരിച്ചാൽ ആ നാടാണ് അയാളുടെ ജസദുമായി അഹക്കായ സ്ഥലം. അതാണ് അതിന്റെ ബന്ധപ്പെട്ട സ്ഥലം. അങ്ങനെയാണ്. അതാണ് അതിന്റെ വിഷയം. മദീനയിൽ മരിച്ചത് പോലും നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് മറവിയുന്ന ശൈലി നമ്മുടെ നാട്ടിലുണ്ട്. എന്താ അതിൻ്റെയൊക്കെ ആവശ്യം? മദീനയിൽ മരിച്ച ആളുകൾക്ക് നാളെ മറ്റന്നാൾ അതാ വിഷയം. മദീനയിൽ മരിച്ച ആളുകൾക്ക് അള്ളാന്റെ ഹബീബ് ശഫാഅത്ത് ചെയ്യുമെന്ന് സയ്യിദുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക മദീന. ഇതൊക്കെ നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മണ്ണിന് വേണ്ടി കൊടുക്കുക. ആ മണ്ണിൽ എന്താ ഈ മണ്ണിന്റെ പ്രത്യേകത? ഈ മണ്ണിന്റെ ബാറക്കന ഹൗലഹൂന, അതിൽ പ്രധാനമായി സൈത്തൂന. അപ്പൊ സൈത്തൂൻ എന്ന് പറഞ്ഞത് ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ കാര്യത്തിനും ആരോഗ്യദായക. കുലു സൈത വദ്ദഹിനു ബിഹി ഫഇന്നഹാ മിൻ ഷജറത്തിൻ മുബാറക. മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നിങ്ങൾ ജൈത്തൂന്റെ കായ കഴിക്കണം, ജൈത്തൂന്റെ എണ്ണ പുരട്ടണം. അത് ബറക്കത്താക്കപ്പെട്ട വൃക്ഷമാണ്. സ്വർഗത്തിൽ നിന്ന് നേരെ ഭൂമിയിലേക്ക് ഇറക്കിയ വൃക്ഷമാണ് അത്തി. അതേപോലെ തന്നെ ജൈത്തൂൻ സ്വർഗത്തിലെ വൃക്ഷമാണ്, സ്വർഗത്തിലെ വൃക്ഷമാണ്. അത്തിപ്പഴം സ്വർഗത്തിലെ പഴമാണ്. ജൈത്തൂൻ കായ സ്വർഗത്തിലെ കായാണ്. സ്വർഗത്തിലെ ചില വിഭവങ്ങൾ ഭൂമിയിൽ കിട്ടും. സ്വർഗത്തിലെ നൈൽ നദിയിലെ വെള്ളം സ്വർഗത്തിലെ വെള്ളമാണ്. നൈൽ നദിയിലെ വെള്ളം സ്വർഗത്തിലെ വെള്ളമാണ്. നാളെ ഞാൻ വിശദമായി പറയാം. അതെങ്ങനെ ആവാന്ന് ഈ എഞ്ചിനീയർ ആവണ്ടാണ്, അള്ളാഹു അങ്ങോട്ട് ആക്കി. സ്വർഗത്തിൽ നിന്ന് വരുന്ന കിണറാണ് ഏത്? മാവു സംസം. തർക്കമില്ലല്ലോ, തർക്കമുണ്ടോ ആ കാര്യത്തിൽ? കോടാനക്കോടി മനുഷ്യരല്ല ദിനേന ഉപയോഗിക്കുന്നത്, ലക്ഷമാണ്. ദിനേനേൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ന് നോമ്പ് തുറക്കുന്നതിൽ ഒരു 90% ആളുകളും അറബ് നാടുകളിൽ മറ്റുമൊക്കെ നോമ്പ് തുറക്കുന്നത് ഇപ്പോഴും മാവു സംസം കൊണ്ടാണ്. ഒരു മരിക്കണ മനുഷ്യന് അവസാനം വെള്ളം കൊടുക്കുന്നത് മാവു സംസമാ. ഒരു കുട്ടിക്ക് ആദ്യമായി വായിൽ കൊടുക്കുന്നത് മാവു സംസമാ. ഏത് വിഷയത്തിൽ എന്തിനും ഏത് കാര്യത്തിനും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഉബൈദ് ചെങ്ങലേരി എന്ന നമ്മളൊരു പ്രവർത്തകനുണ്ട് മണ്ണാർക്കാട്ട്. ആ മണ്ണാർക്കാട്ടെ പ്രവർത്തകൻ ഇതേപോലെ ഒരു ക്യാൻസർ രോഗിയായിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ പാണക്കാട്ടേക്ക് പറഞ്ഞയച്ചു. 1 മാസം മുമ്പ്, തങ്ങളാപ്പ വരിക്കുന്നതിന് മുമ്പ്. ഞാൻ പാണക്കാട് പോയി പറഞ്ഞു, എന്നിട്ട് തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. നേരെ പോയി അവിടുന്ന് അങ്ങോട്ട് പറഞ്ഞയച്ചു. പാണക്കാട് നേരെ മക്കത്തേക്ക് പറഞ്ഞയച്ചു. എന്താണ് മരുന്ന് പറഞ്ഞു കൊടുത്തത്? പറഞ്ഞു തന്നെ മാവു സംസം അങ്ങോട്ട് കുടിക്കാം, സംസം വെള്ളം കുടിക്കും. സംസം വെള്ളം കുടിക്കുക എങ്ങനെ? കേട്ടോട്ടോ, എല്ലാ രോഗത്തിനും മരുന്നാണ് തവല്ലോ എന്ന് പറഞ്ഞാല് ഇങ്ങനെ അങ്ങോട്ട് കുടിക്കാതിരിക്കാം. അല്പാൽപ്പം മെല്ലെ കുടിക്കാം. അതായത് അവലായിലേക്ക് മാംസം പേശി എല്ലാ സന്ധികളിലേക്കും അല്പാൽപ്പം അതിൻ്റെ തണുപ്പ് ഇറങ്ങാവുന്ന വിധത്തിൽ അല്പാൽപ്പം അങ്ങനെ കുടിക്കുക. അതന്നെ കുടിക്കുക, വേറൊരു ഭക്ഷണം കഴിക്കാതിരിക്കുക. എത്രയാണ് ഈ വിഷയത്തിൽ സത്യത്തിൽ സംസമിന്റെ നെറ്റ് എന്ന് എടുത്തു നോക്കൂ. എത്രയാണ് ഈ വിഷയത്തിൽ റിപ്പോർട്ട്? അമേരിക്കയിലും ബ്രിട്ടനിലും ജർമ്മനിയിലൊക്കെ നടന്ന പഠനങ്ങൾ. ക്യാൻസർ മാറിയത് ഉബൈദ് ചെങ്ങലേരി, കുഞ്ഞാൻ സാഹിബിനൊക്കെ അറിയാം ആ വിഷയങ്ങൾ. ഉബൈദ് ചെങ്ങലേരി 15 ദിവസം ഞാനും അദ്ദേഹത്തോട് പറഞ്ഞു അതങ്ങോട്ട് ചെയ്താൽ മതി. പോയിട്ട് മടങ്ങി വന്ന് നേരെ റീജിയണൽ ക്യാൻസർ സെന്ററിൽ നിന്ന് എനിക്ക് വിളിച്ചു. എന്നോട് പറഞ്ഞു 85% ക്യാൻസർ ഉണ്ടായിരുന്ന മനുഷ്യൻ 85% ക്യാൻസർ ആയിട്ടുണ്ട്, തടി ആയി പൊയിഞ്ഞൊന്നും നിർവാഹമില്ല എന്നാണ്. RCC മടക്കിയ മനുഷ്യൻ 15 ദിവസം. ഉബൈദ് ചെങ്ങലേരി ഇന്ന് മരിച്ചിട്ടില്ലല്ലോ. ഉബൈദ് ചെങ്ങലേരി പിന്നെ മണ്ണാർക്കാട്ടല്ലേ, ഇന്നും മരിച്ചിട്ടില്ലല്ലോ. ഇത് പാഠമല്ലേ? മനുഷ്യന്മാരിത് ജീവിച്ചിരിക്കുന്ന കഥയല്ലേ അത്? റീജിയണൽ ക്യാൻസർ സെന്ററിൽ നിന്ന് എനിക്ക് വിളിച്ചു, പരിശോധിച്ചിട്ട് പറഞ്ഞു ഒരു തരിപ്പില്ല, 1% ക്യാൻസർ എന്ന സാധനം ഇപ്പൊ ഞങ്ങളെ തടിയിലില്ല. ഇത് ഒരു 2 മാസത്തിന്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിൽ നടന്ന അത്ഭുതം. ഇനി ഇതിനു പോലെ മരുന്നെന്താ? അബൂദർ ഹബീബ റസൂലുള്ളാഹിന്റെ അരികിൽ വന്നു. റസൂലുള്ളാഹിനെ 1 മാസം വീക്ഷിച്ചു. ഗഫാർ ഗോത്രക്കാരനാ. നേരെ വിശ്വസിക്കാനും വന്നില്ല. ഈ ആളാരാന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പാത്തും പതുങ്ങി നടന്നു. 30 ദിവസം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ അരികിൽ വന്ന് വിശ്വസിച്ചു, പഠിച്ചു ഇയാൾ നബി തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടുന്നാ നീ വന്നത് ചോദിച്ചു. ഗഫാർ ഗോത്രത്തിൽ നിന്നാണ്. എത്ര ദിവസമായി വന്നത്? ഷെഹ്റാൻ, 1 മാസമായി. അപ്പോൾ പറഞ്ഞു അതിനെ താമ്പ് ഭക്ഷണം. പിന്നെ എവിടുന്ന് എനിക്ക് ഭക്ഷണം വെള്ളമൊക്കെ എവിടുന്ന് കിട്ടിയെന്ന് വെച്ചു. അപ്പോൾ ആ കിണറിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. അതായത് ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, എന്റെ തടി പറ്റ മെലിഞ്ഞിട്ടായിരുന്നു. 1 മാസം ഈ കിണറിലെ വെള്ളം കുടിച്ചപ്പോൾ ഹസ്ബൻഡിന്റെ തടി കൊണ്ട് നന്നായി. എല്ലാ വൃത്തികേടും പോവുകയും ചെയ്യും. ഇതൊന്ന് ചെയ്തു നോക്കൂ. ഇതൊക്കെ അള്ളാഹു നമുക്ക് മനുഷ്യന്മാരെ ഈ വിഭവങ്ങളൊക്കെ തന്നിട്ട് നമ്മൾ എന്തായത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആശുപത്രികൾ ക്രിസ്ത്യാനികൾക്കാണ്. പ്രൈവറ്റ് ആശുപത്രി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾക്കാണ്. ഏറ്റവും കൂടുതൽ രോഗികൾ മുസ്ലിം എന്ന് പറയാതിരിക്കലാണ് ബഹുമാനപ്പെട്ട ഉസ്താദെ നല്ലത്. മാപ്പിളാരെന്ന് പറയാം. കാരണം മുസ്ലിമീങ്ങൾ പറയാവുന്ന ഒരു പേരല്ല. മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല. മുസ്ലിമീങ്ങൾ നട ഖുർആൻ ഹരിതോടെ ജീവിക്കുന്നവരാ. 2 മാസം വന്ന് പേർഷ്യക്കാർ മദീനയിൽ വന്ന് 2 മാസം പാർത്തു. ഈ സംഭവം സാദുൽ മആദിൽ കിതാബു തുബ്ബിൽ ഈ സംഭവം ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഖയ്യിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 മാസം താമസിച്ചു മദീനയിൽ വന്നിട്ട്. എന്നിട്ട് പേർഷ്യയിൽ കണ്ടതുപോലത്തെ രോഗം മദീനയിൽ കണ്ടില്ല.
അവസാനം സഹാബികളെ വിളിച്ച് അന്വേഷിച്ചു, എന്തത് നിങ്ങൾക്ക് ഇങ്ങനെ രോഗമല്ലല്ലോ? നമ്മൾ ഈ നാട്ടിൽ കാണുന്ന പല രോഗങ്ങളൊന്നും മദീനയിലില്ല. മദീനയിൽ പനി ബാധിച്ച മദീനയിൽ നിന്ന് പനിയെ ഓടിച്ചു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പോവിടുന്ന് അങ്ങോട്ട് ഇലൽ ജുഹഫ, മരുഭൂമിയിൽ ജുഹഫ എന്നൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് ഇവിടെ എൻ്റെ ആളുകൾക്ക് ജീവിക്കണം എന്ന് പറഞ്ഞു മുഹമ്മദ് നബി. ആരോട്? പനിയോട്. പനിയോട് പറഞ്ഞു. ജുഹഫ, ജുഹഫയിലേക്ക് പോയി. ജുഹഫയിൽ ഇപ്പോഴും ഒരു ദിവസം താമസിച്ച പനി പിടിക്കുന്ന ജുഹഫയില് മദീനന്ന് മക്കീന്നൊക്കെ പിന്നെ എന്താ പറയാ ബദറിൽ പോവാണെങ്കിൽ ജുഹഫ കിട്ടും. ജുഹഫയിൽ കൂടുതൽ നേരം ആരും താമസിക്കൂല, കാരണം ജുഹഫയിൽ താമസിച്ചാൽ പനി പിടിക്കുന്ന. അത് 1400 കൊല്ലം മുമ്പ് മുഹമ്മദ് നബി മദീനയിൽ നിന്ന് ഓടിച്ചതാ. അന്ന് ജുഹഫയിലില്ല, ഇപ്പോഴും ആളില്ല ജുഹഫയില്. ഇതിന് കാരണമില്ല. ഇതൊക്കെ പാഠങ്ങളല്ലേ മുസ്ലിമീങ്ങളെ? അപ്പൊ ഇതിൽ നമ്മൾ വിചാരിക്കേണ്ടത് ഈ പരലോകത്തെ കാര്യം മാത്രമല്ല ഈ ഗ്രന്ഥം ചർച്ച ചെയ്തത്. അതല്ല, ഈ ലോകം നന്നാവാറ് എന്ത് പരലോകാണ്? ഇതല്ലേ ആദ്യം നന്നാവേണ്ടത്? റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വത്തീനി വസ്സൈത്തൂൻ, സൈത്തൂനെ പറ്റി ഞാൻ പറഞ്ഞു. വത്തൂരി സീനീൻ, സൈത്തൂൻ തൂരി സീനൻ മല, ഏറ്റവും കൂടുതൽ സൈത്തൂൻ നിറഞ്ഞു നിന്ന സ്ഥലമാണ് തൂരി സീനീൻ. അവിടേക്ക് ദജ്ജാൽ ചെല്ലൂല എന്നാ. 3 സ്ഥലത്തേക്ക് ദജ്ജാൽ ചെല്ലില്ല. ഒന്ന് മക്ക, ഒന്ന് മദീന, ഒന്ന് മലഞ്ചെരിവ് തൂരിസീന മലഞ്ചെരിവ്. ദജ്ജാൽ അടുക്കൂല. ആ മലഞ്ചെരിവിൽ വെച്ചാണ് അള്ളാഹു മുനാജാത്ത് ചെയ്തത്. ആരോട്? സയ്യിദുനാ മൂസ. മനസ്സിലായില്ലേ പറഞ്ഞത്? അവിടേക്ക് എത്തില്ല. ആ മണ്ണിലേക്ക് ദജ്ജാൽ പോലും കിടക്കൂല. അങ്ങനെയാണ്. ആ മണ്ണിലേക്ക് കയറിയപ്പോൾ അവിടെ തുവ എന്നൊരു മലഞ്ചെരിവുണ്ട്. അങ്ങോട്ട് കയറിയപ്പോൾ തന്റെ ചെരിപ്പഴിച്ചു വെക്കാൻ മൂസ നബിയോട് അല്ലാഹു പറഞ്ഞു, ഫഖ്ലഅന അലൈക് ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. അവിടെ ചെരിപ്പഴിച്ചു വെക്കണമെന്ന് പറഞ്ഞു സയ്യിദ്നാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമോട്. അവന്റെ മണ്ണിന് പ്രാധാന്യമില്ലേ? പിന്നെ 4-മതായി പറഞ്ഞത് വഹാരൽ ബലദിൽ അമീൻ. ഈ ഗ്രാമത്തെ തന്നെയാണ് സത്യം. ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത എന്താ? ഈ ഗ്രാമത്തിന്റെ പ്രത്യേകത ഒന്ന് ഇസ്മായിലാണ്, ഒന്ന് മുഹമ്മദ് നബിയാ. രണ്ടാക്കും ഇഷ്ടപ്പെട്ട വെള്ളമാണ് ഏത്? സംസം. നമുക്ക് വത്തീനി ആരോഗ്യമുണ്ട്, വസ്സൈത്തൂൻ ആരോഗ്യമുണ്ട്, തൂരിസിന് ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ വൃക്ഷം അവിടെ ഉണ്ടാണ്. വഹാദൽ ബലദിൻ എല്ലാ ആരോഗ്യത്തിന്റെ അടിത്തറയായ വെള്ളമുണ്ട്. അത് ശറാബുൻ വതഅമുൻ, ഭക്ഷണവും പാനീയവുമായ ഒരൊറ്റ വെള്ള ലോകത്തുള്ളൂ. ഭക്ഷണവും പാനീയവുമായ ഒരൊറ്റ വെള്ളമേ ലോകത്തുള്ളൂ. ഒരൊറ്റ പച്ചവെള്ളമേ ലോകത്തുള്ളൂ. എന്താണത്? ഉറപ്പ്. ശറാബുൻ വതഅമുൻ എന്നാ പറയുന്നത്. അത് പാനീയമാണ്, അപ്പോൾ തന്നെ ഭക്ഷണവുമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് സത്യം ചെയ്ത് പറഞ്ഞു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അത്രയും വലിയ ഉന്നതമായ ആകാര സൗഷ്ഠവത്തിലും ഭംഗിയും കലാചാതുര്യമായ മേനിയിലുമാണ് മേനിയാണെങ്കിലും മനുഷ്യനെ അള്ളാഹു പഠിച്ചു. മുഅ്മിനീങ്ങളെ, അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ഗൗരവമായി ഇത് ചിന്തിക്കണം. എൻ്റെ വാതിൽ ഇതിൻ്റെ മരുന്ന് പറഞ്ഞ് തീരില്ല ഒരിക്കലും. ഞാൻ എൻ്റെ വാതിൽ നിങ്ങൾക്ക് തന്നുതരാം. ഖുർആൻ എന്ന ഒരു മെഡിക്കൽ ഗ്രന്ഥവുമാണ്, ഹിസ്റ്റോറിക്കൽ ഗ്രന്ഥമാണ്, ജോഗ്രഫിക്കൽ ഗ്രന്ഥമാണ്, മെഡിക്കൽ ഗ്രന്ഥമാണ്, എല്ലാമാണ്. എന്തരല്ലാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ നമുക്ക് തന്ന ഈ വേദഗ്രന്ഥം ഇതിൽ ചർച്ച ചെയ്യാത്ത വിഷയമില്ല. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഒരു മനുഷ്യന് ഇത് നിത്യമായി സുബഹി നിസ്കാരത്തിന് ശേഷം 10 തവണ ചൊല്ലുക. തഹ്സീനുൽ വജ്ഹ് ഉണ്ടാവുന്ന മുഖം ഭംഗിയാവും, മുഖം നന്നാവും. അങ്ങനെയാണ്. സൂറത്തു യൂസുഫ് രാത്രി 21 തവണ 21 ദിവസം ഉറങ്ങണതിന് മുമ്പ് ചൊല്ലിയാൽ മതി. 40 ദിവസം വരെ നീട്ടുകയും ചെയ്യാം. എങ്കിൽ സ്ത്രീകൾക്ക് മുഖലാവണ്യം ഉണ്ടാവുന്ന. അവന് പ്രായത്തോട് ചോദിച്ച മുഖലാവണ്യം എന്നല്ല. അത് നിങ്ങൾ പിന്നെ ഇത് ഓതിയ പിന്നെ തൊണ്ടി 16 വയസ്സായ കാര്യമാവുമെന്ന് പറഞ്ഞ മയനൊന്നുമില്ല. അല്ല, എന്തെങ്കിലും പറഞ്ഞെന്നാലും അതുകൊണ്ട് കൊടുക്കുമായിരുന്നു. അതാണ് ആ പറഞ്ഞതിൻ്റെ മയൻ. കാലം നല്ല ഒരു 10-16 വയസ്സാണ്. പക്ഷെ അതിന് മുഖലാവണ്യം കമ്മിയാണെങ്കിൽ മുഖലാവണ്യം കൂട്ടാൻ മനുഷ്യനെ കണ്ടാലും ബോഡിക്കും തിരക്കടില്ലാന്ന് തോന്നും. അത് മനുഷ്യന് ഏറ്റവും വലിയ ഹസീനുൽ വജ്ഹാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഖലാവണ്യം ആവശ്യമില്ലെങ്കിൽ എന്തിനാ മുഹമ്മദ് നബിക്ക് അല്ലാഹു കൊടുത്തത്? അതാ വലിയ ആവശ്യമാണ്. മുഖം കണ്ടാലൊരു ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും. അതൊരു മനുഷ്യന്റെ മാത്രം തന്നെയാണ്. തഹ്സീനുൽ വജ്ഹ്, മുഖത്തിന് ഭംഗി കൂട്ടാൻ സൂറത്തുൽ തീന്, അതേപോലെ തന്നെ സൂറത്ത് യൂസുഫ് 21 ദിവസം 40 ദിവസം വരെ കൂട്ടാവുന്നതാണ്. എന്നാൽ
പുതിയാപ്പിള കാണാൻ വന്നിട്ട് തെറ്റിപ്പോകുന്ന പെൺകുട്ടികൾക്കൊക്കെ പരിഹാരം ഉണ്ടാവുന്ന അതിൻ്റെ ഫലാഇൽ രേഖപ്പെടുത്തി. വിശ്വാസം വേണം, ഒന്നാമതായി വിശ്വാസം വേണം. ആദ്യം വേണ്ട വിശ്വാസമാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നോക്കാം, അങ്ങനെ പറ്റില്ല. ഇതെനിക്കൊരു പരിഹാരമാവും എന്നെ വിചാരിക്കണം. അതിന് വിശ്വാസം വേണം. ചുരുക്കത്തിൽ നോക്കൂ നിങ്ങൾ, ആരോഗ്യം എന്നുള്ളത് ഖുർആന്റെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا قالوا أنى يكون الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم. മഹാനായ താലൂത്തിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഞാൻ ഒരിക്കൽ നിങ്ങളോടത് സൂചിപ്പിച്ചിട്ടുണ്ട്. അൽ ബഖറ 247 ആയത്ത്. അതായത് താലൂത്തിന് വേണ്ട ഉണ്ടായ മഹായോഗ്യതയെ കുറിച്ച് വർണ്ണിച്ചു പറഞ്ഞെടുത്ത് വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്മി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യമുള്ള ശരീരമുണ്ട്. ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ പ്രഗൽഭവും സ്വഹീഹുമായ ഒരു ഹദീസ് സാന്ദർഭികമായി ഞാൻ പറഞ്ഞുതരാം. ഒരു മുഅ്മിനായ മനുഷ്യൻ, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറും മിനൽ മുഅ്മിനിൽ ലഈഫ് എന്ന് മുഹമ്മദ് നബി. ആരോഗ്യമുള്ള ശക്തനായ മുഅ്മിനാണ് ഖൈറുൻ, യോഗ്യൻ, മിനൽ മുഅ്മിനിൽ ലഈഫ്, ലഈഫായ മുഅ്മിനേക്കാൾ. ശ്രദ്ധിക്കുക. അപ്പൊ ആരോഗ്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത്? അൽ മുഅ്മിനുൽ ഖവിയ്യു, ശക്തനായ മുഅ്മിനാണ് ഖൈറുൻ, ഖൈർ മിനൽ മുഅ്മിനിൽ ലഈഫ്, ബലഹീനനായ മുഅ്മിനേക്കാൾ. കാരണം ശക്തനായ മുഅ്മിനിൽ എല്ലാ കാര്യവും നടക്കും. അല്ലാഹുവിനെ ഇബാദത്ത് ഇറക്കണമെങ്കിൽ നടക്കും. ഒരു ആരോഗ്യമല്ല. ചില ആളുകൾക്ക് സുജൂദിൽ കിടന്നാൽ അങ്ങോട്ട് എണീക്കണം. കാരണം സുജൂദിൽ കിടന്നാൽ ശ്വാസം വിട്ടും. ആ രൂപത്തിലേക്ക് മേധസ് കൂടും ചില ആളുകൾക്ക്. അള്ളാഹു കാക്കട്ടെ. അങ്ങോട്ട് പിന്നെ കഴിയില്ല. ചില ആളുകൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയില്ലല്ലോ. സുജൂദ് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? അതിന്റെ ആരോഗ്യം പോയി. എന്നാൽ അതൊക്കെ ഉള്ള പ്രായത്തിൽ സൂക്ഷിക്കേണ്ടത് പ്രകാരം സൂക്ഷിച്ചാൽ ഏകദേശമൊക്കെ ആ വിഷയം ലാസ്റ്റ് വരെ മര്യാദക്ക് സുജൂദ് ചെയ്യാൻ കഴിയും തന്നെയാണ് മനസ്സിലാവേണ്ടത്. അതിന് വേണ്ട സംഗതികളൊക്കെ നമ്മൾ ചെയ്യണം. നടത്തം സുന്നത്താണ്. എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരിക്കൽ ഇറച്ചി ഭക്ഷിക്കൽ സുന്നത്താണ്. വിവാഹിതർക്ക് ആഴ്ചയിൽ ഒരിക്കൽ ശാരീരിക ബന്ധം സുന്നത്താണ്. അങ്ങനെയാണ് കണക്ക്. എങ്ങനെയാണ് ശ്രദ്ധിക്കുക. ഒന്നുകൂടി പറഞ്ഞുതരാം. ദിവസം നടക്കൽ സുന്നത്താണ്. എല്ലാ ദിവസവും നടക്കൽ സുന്നത്താണ്. എല്ലാ ദിവസവും ഇറച്ചി ഭക്ഷണം ആഴ്ചയിൽ ഒരിക്കൽ, ശാരീരിക ബന്ധം ആഴ്ചയിൽ ഒരിക്കൽ, നടത്തം എല്ലാ ദിവസവും. ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യം ആഴ്ചയിൽ ഒരിക്കൽ പോലും ചെയ്യൂല. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യേണ്ട കാര്യം എല്ലാ ദിവസവും ചെയ്യും. മനുഷ്യന്മാരുടെ സ്വക്കാണ്. എല്ലാ കാര്യവും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ചിന്തിക്കാനാണ്. അതിൽ ചിന്തിക്കാനുണ്ട്. ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. എല്ലാ ദിവസവും ഇറച്ചി ഭക്ഷിക്കുന്നവരെ അള്ളാഹു കോപിക്കുന്ന റസൂൽ പറഞ്ഞ ഇത് കുറച്ച് ഞാൻ പറഞ്ഞുതരാം. എല്ലാ ദിവസവും ഇറച്ചി. ബൈത്തുൽ ലഹ്മി ഇന്നല്ലാഹ യഗ്ളിബു അലാ അഹ്ലി ബൈത്തിൽ ലഹ്മി. ഇറച്ചി വീട്ടുകാരമേൽ അള്ളാഹു കോപിക്കും. ഇറച്ചി വീട്ടുകാർ അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ വീട്ടുകാരെ അള്ളാഹു ശപിക്കും. ഞാൻ പറയാൻ നേരം വൈകി വിട്ടുപോയാലും ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുക. എന്നാ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാര്യം പറയണ്ട. ഇന്നിപ്പോ എല്ലാ വീട്ടുകാർക്കും എന്തേ ഉള്ളൂ? അള്ളാന്റെ ശാപം അല്ലാതെ എന്താ ഉള്ളത്? കാരണം എന്തുകൊണ്ട്? ഇറച്ചില്ലാത്തൊരു പരിപാടി ഇന്ന് ഒരു നേരമില്ല, ഒരു ദിവസമല്ല, ഒരു നേരമില്ല. എല്ലാ നേരത്തും ഇറച്ചി കഴിക്കുന്ന ആളുകൾ നിത്യമായി എന്നും ഇറച്ചി കഴിക്കുന്ന വീട്ടുകാരമേൽ അള്ളാഹു കോപിഷ്ഠനാണ്. പടച്ചോൻ നമ്മളെ കാക്കട്ടെ. എന്താ നമ്മളൊക്കെ അവസ്ഥ? ഈ നമ്മളൊക്കെ വന്നു പോയ ഈ ഒരു വ്യത്യാസം എത്ര വലിയ നാശാണ് ഇതൊക്കെ. പരലോകം മാത്രമാണോ നമ്മൾ മുഹമ്മദ് നബി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? വല്ല ശക്തിയുണ്ടോ ഈ കാര്യത്തിലൊക്കെ നമുക്ക്? അപ്പൊ ഇതിൽ കാര്യമായി അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ, നല്ല ആരോഗ്യം ഉണ്ടാവണം, നല്ല ശക്തി ഉണ്ടാവണം, ഒക്കെ മനുഷ്യന് നല്ല ഓജസ് ഉണ്ടാവണം. ഇന്ന് ചെറുപ്പക്കാർക്ക് തന്നെ ഓജസ്സില്ല, ശക്തിയുമില്ല, ഓർമ്മശക്തിയുമില്ല, ഒന്നുമില്ല. എനിക്കറിയാം, ഞാൻ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കാറുണ്ട്. പല കാര്യങ്ങളും നമുക്ക് രാത്രി 2 മണിയായാലും ഉറക്കം വരണ്ടെന്ന് വിചാരിച്ചാൽ ഉറക്കം വരില്ല. ചെറുപ്പക്കാർ 8 മണിക്ക് 9 മണിക്ക് ഉറക്കാൻ തുടങ്ങും. എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട് പല ചെറുപ്പക്കാർക്ക്. 9 മണിയായാൽ അവരെ അവസ്ഥ മാറി. 10 മണിയാൽ പിന്നെ ബുദ്ധി കാര്യമായി വർക്ക് ചെയ്യില്ല. അപ്പം ഞാൻ മനസ്സിലാവണം എന്താണെന്നറിയാം, ഇതിനൊക്കെ വ്യത്യാസങ്ങളുണ്ട്. അവർക്കൊരു 10 മണി കഴിഞ്ഞാൽ പിന്നെ അവരെ മൈൻഡ് മാറും. പിന്നെ സാധാരണ നല്ല വർത്താനം പറയില്ല, വർത്താനത്തിന് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ തുറന്ന് പറയില്ല, പക്ഷെ നമുക്കത് മനസ്സിലാവും അവർക്ക് എന്തോ ശരീരത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത് ചിന്നത്തെ ചെറുപ്പക്കാർ എന്തുകൊണ്ട് അങ്ങനെ വന്നു? ഒന്ന് അതിനനുസരിച്ചുള്ള ഒരു
ഫിസിക്കൽ ചില പരിപാടികളുണ്ട്, അത് നേരത്തെ തന്നെ അവർ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് നമ്മൾ കുട്ടികളെ ആരോഗ്യമില്ലാതെ അവരാക്കി കൊല്ലുക. ഒരു ബസ്സിലൊക്കെ നമ്മൾ കയറാൻ വേണ്ടിയിട്ട് ദുആ ചെയ്തിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഉമ്മാന്റെ വീട്ടിൽ പോകുമ്പോഴാ ബസ് കയറുക. അത് കൊല്ലത്തിൽ 2 തവണ ഉമ്മാന്റെ വീട്ടിൽ പോവുക. അക്കാലത്ത് വളരെ അകലെയായിരുന്നു എന്നാണ് ബാപ്പ കല്യാണം കഴിച്ചത്. അന്ന് അകലെയാണ്, ഇപ്പൊ 35 കിലോമീറ്റർ ദൂരം. ഇന്ന് മുത്തയുടെ കോഴിക്കോട് തമ്മിൽ വളരെ അടുത്തിട്ടാണ്. അന്നത്തെ കാര്യം പറയാം. അപ്പൊ കൊല്ലത്തിൽ 2 തവണ ഉമ്മാന്റെ വീട്ടിൽ പോവുക, അന്ന് ബസ് കയറാൻ വേണ്ടി. ഇന്ന് നമ്മൾ 3 വയസ്സായ കുട്ടിയെ നമ്മൾ LKG UKGയിൽ ചേർത്ത് എങ്ങനെ ആവണം? ഈ കുട്ടിക്ക് പിന്നെ ഇനി വാഹനത്തിൽ നിറങ്ങുന്ന പരിപാടി ഇല്ല. ഇനി മരണം വരെ അവസാനം വലിയ 10ാമത്തെ അവൻ ഉരുക്കു പോകുകയിലെ 10 കാല് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ ഉരുക്ക് പോകുന്നവരെ വാഹനത്തിൽ തന്നെ. അല്ലേ? നിങ്ങൾ പറയും ഇതിന്റെ ഉമ്മ വാഹനത്തിലല്ലാതെ സഞ്ചരിച്ചിട്ടില്ല. ഗർഭം പേറിയപ്പോൾ പിന്നെ ആശുപത്രി കൊണ്ടുപോയപ്പോഴും കൊണ്ടോ ഒക്കെ വാഹനത്തിൽ തന്നെ. വാഹനമില്ലാത്ത ജീവിതമല്ല മനുഷ്യന്മാർക്ക്. എന്താ മനുഷ്യൻ എങ്ങനെ ഉണ്ടാവുക? എങ്ങനെ ആരോഗ്യം ഉണ്ടാവുക? എല്ലാ ദിവസവും നടക്കൽ സുന്നത്താണ്. സാദുൽ മആദിൽ ഹാഫിദ് ഇബ്നു ഖയ്യിം പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. നടക്കണം. രാത്രി ഭക്ഷണം കഴിച്ച് ഒരു റിവായത്ത് 40 അടി നടക്കാതെ ഉറങ്ങരുത്. ഒരു റിവായത്ത് 50 അടി നടക്കാതെ ഉറങ്ങരുത്. രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ട് 40 അടി നടക്കാതെ ഉറങ്ങരുത്. ഒരു റിവായത്ത് 50 അടി നടക്കാതെ ഉറങ്ങരുത്. ബിതാനത്തിനോട് കൂടി ഒരാൾ ജിമാ ചെയ്താൽ അത് ആ വ്യക്തിയിൽ മാത്രമല്ല ജനിക്കുന്ന തലമുറയിലും ദോഷങ്ങൾ ഉണ്ടാക്കും. ശ്രദ്ധിക്കുക. വയറ് നിറച്ചിട്ട് ഒരാൾ തന്റെ ഇണയുമായി ശാരീരിക ബന്ധം പുലർത്തിയാൽ അയാൾക്ക് വലിയ രോഗമുണ്ടാകുമെന്ന് മാത്രമല്ല അടുത്ത തലമുറയുടെയും ആരോഗ്യം നഷ്ടപ്പെടും. രാത്രി ഒരു 10 മണി 11 മണി വരെ 12 വരെ ഇങ്ങനെ കുതിര വിട്ട് നടക്കുന്നത്, വീട്ടിൽ വന്നിട്ട് നല്ല മൂക്കറ്റം ഇറച്ചി കൂട്ടിയിട്ട് തിന്ന് ആ തീറ്റ കഴിഞ്ഞാൽ ഒറ്റ കിടത്തും. പിന്നെ അതിന് ശേഷം ഉണ്ടാവുന്ന കുട്ടികളാണ് നമ്മളെ നാട്ടിൽ നിപ്പി വളർന്നത്. പിന്നെ അവർക്ക് എങ്ങനെ ആരോഗ്യം ഉണ്ടാവുക? ഇതിനൊരു അസുരമില്ല, ഇതിനൊരു കാരണം, ഇതിന് ബഹുമാനപ്പെട്ട ദീന് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അള്ളാഹു വെറുതെ തന്നതായി ഈ ശരീരം. അള്ളാഹ്ക്ക് വല അതുകൊണ്ടല്ലേ ആത്മഹത്യ ചെയ്യൽ വലിയ കുറ്റായത്. ആത്മഹത്യ ചെയ്ത ആളുകളെ, നമ്മളെ തടി അള്ളാഹ്ക്ക് വിലപ്പെട്ടതായത് കൊണ്ടല്ലേ ആത്മഹത്യ ചെയ്ത ആളുകളെ നരകത്തിലേക്ക് എറിയുമെന്ന് പറഞ്ഞിട്ടില്ലേ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഫീമകുന്തും, എന്താ മനുഷ്യന്മാരെ നിങ്ങൾക്ക് പറ്റിയത്? എന്തിനാ നിങ്ങൾ ഈ ആത്മഹത്യ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറയും കുന്നാ മുസ്തദഅഫീന ഫിൽ അർളി, ഞങ്ങൾ നാട്ടിൽ ദുർബലന്മാരായിരുന്നു, അതുകൊണ്ട് ആത്മഹത്യ ഇല്ലാതെ നിർവാഹമുണ്ടായിരുന്നില്ല. അപ്പോൾ അലംതകുന അർദുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫിഹാ, നിങ്ങൾ നാട് വിട്ടു പോയാൽ പോരായിരുന്നോ? നിങ്ങൾ എന്തിനാ ആത്മഹത്യ ചെയ്തു എന്ന് ചോദിക്കും. നമ്മൾ ആത്മഹത്യ നമുക്കല്ലേ നഷ്ടം, അള്ളാഹ് കൂടെ അല്ല. പക്ഷേ അള്ളാഹ്ക്കുണ്ട്. അള്ളാഹു തആല തന്ന അവന്റെ നിഅമത്താണ് ഈ സാധനം. അങ്ങനെ അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു നാഫിയായ ഞാൻ ഉദാഹരണങ്ങൾ പറയാണ്. ഇത്തരം കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ദാവൂദ് ഏറ്റവും വലിയ വേദഗ്രന്ഥം മനോഹരമായി ഓടിയ മനുഷ്യനാണ്. ഏറ്റവും അലന്നാ ലഹുൽ ഹദീദ്. ഈ ആയത്തിൽ തഫ്സീറിൽ ആരോഗ്യം പറയുന്നുണ്ട്. ആരുടെ? സയ്യിദുനാ ദാവൂദിന്റെ. അലന്നാ ലഹുൽ ഹദീദ്. സാധാരണ ആളുകൾക്ക് ഇരുമ്പ് ഉപയോഗിക്കണമെങ്കിൽ വളക്കണമെങ്കിൽ തീയിൽ കാണിക്കണം. എന്നാൽ ദാവൂദ് നബിക്ക് എന്ത് വേണ്ട? അലന്നാ ലഹുൽ ഹദീദ്, ഇരുമ്പിനെ മയപ്പെടുത്തി കൊടുത്തു. അത്രയും മെയ്ക്കരുത്താണ്. ആർക്ക്? ഒറ്റ ഏറിലല്ലേ ജാലൂത്തിനെ കൊണ്ടത് ലഅനത്തുല്ലാഹി അലൈഹി. ആര്? സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം. ഒരൊറ്റ ഏറിനല്ലേ കൊണ്ടുപോയത്. നോക്കൂ നിങ്ങൾ, വലിയ ആരോഗ്യം ഉണ്ടായിരുന്നു സയ്യിദുനാ ദാവൂദ്. ഉറക്കപ്പറ സയ്യിദുനാ ദാവൂദ്. സയ്യിദുനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് അറിയോ ഒരു സംഭവം, വലിയ പ്രധാനപ്പെട്ട സംഭവം. അതായത് മക്ക ഫതഹ് കഴിഞ്ഞു. ശ്രദ്ധിക്കും. മക്ക ഫതഹ് കഴിഞ്ഞു. പിന്നെ കഅബാലയത്തിന്റെ മുകളിലും ബിംബങ്ങൾ ഉണ്ടായിരുന്നു. ആ ബിംബത്തെ ശുദ്ധീകരിക്കേണ്ട സമയമായി. അപ്പോൾ അലി ഹബീബ റസൂലുള്ളാഹി അലി ബിൻ അബീ താലിബിനെ വിളിച്ചു. അലിയോട് പറഞ്ഞു, അലി ഞാൻ നിൽക്കാം, നിന്റെ തോളിൽ ചവിട്ടി കയറിയിട്ട് പിന്നെ ആ ബിംബങ്ങൾ എടുത്ത് വലിച്ചെറിയെന്ന് പറഞ്ഞു കഅബാലയത്തിന്റെ മുകളിൽ. എന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെ അലി ബിൻ അബീ താലിബ് പറഞ്ഞു. അലി ബിൻ അബീ താലിബ് പറഞ്ഞു, ലാ 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 മാ അഹത്തു ഖദമൈ യാ അലാ ജസദിക ശരീഫ് യാ റസൂലല്ലാഹ്, അങ്ങയുടെ ശരീരത്തിൽ ഞാൻ ചവിട്ടില്ല നബി, ഞാൻ താഴെ നിൽക്കാം. കേട്ടോളൂ കേട്ടോ, ഞാൻ താഴെ നിൽക്കാം, അങ്ങ് മുകളിൽ കയറിക്കോളൂ. അപ്പോൾ പറഞ്ഞില്ല, നിനക്ക് എന്നെ വഹിക്കാൻ കഴിയില്ല. ഔക്കമാക്കാൻ മുസ്തഫ നബി, നിനക്ക് എന്നെ വഹിക്കാൻ കഴിയൂല, ഇന്നേറ്റം നിനക്ക് കഴിയില്ല. ഇനി മാത്രമല്ല ആരോഗ്യമൊന്നും എന്നെ വഹിക്കാൻ. സ്വഹാബികൾ ഏറ്റവും ആരോഗ്യമുള്ള ആളാണ് ആര്? അലി റളിയല്ലാഹു അൻഹു. അതും നമ്മൾ മനസ്സിലാക്കണം. ആ ആൾക്കാർ റസൂലുള്ളാഹി ആളെ കെട്ടിച്ചെടുത്ത് ഒക്കെ മനസ്സിലാക്കിക്കോളൂ. ഇതൊക്കെ വലിയ പാടുണ്ട്. അതൊക്കെ വലിയ പൈസ നോക്കി കൊടുത്തല്ല. മഹറിന്റെ പൈസ പോലും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പക്ഷെ
അതിന് മാത്രം ആരോഗ്യ. കണ്ണ് റമദുണ്ടായിരുന്നു, ചെങ്കണ്ണ് രോഗം ഉണ്ടായിരുന്നു, കണ്ണ് വേദന. എന്നിട്ടും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ടും ആ മുസ്തഫ നബി ഖൈബറിൽ തന്റെ പതാക കൊടുത്തത്, ദുൽഫുഖാർ എന്ന വാള കൊടുത്തത് മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. അലിയോട് പറഞ്ഞു, അലിയെ നിനക്കെന്നെ വഹിക്കാൻ കഴിയില്ല യാ റസൂലല്ലാഹ്, ഞാൻ വഹിച്ചോളാം നബിയെ, എനിക്ക് നിങ്ങളെ ജസദുൽ ഷരീഫിൽ ഞാൻ ചവിട്ടില്ല. നിർബന്ധിച്ച റസൂലുള്ളാഹി തയ്യാറായി. അങ്ങനെ റസൂലുള്ളാഹി ഉയരാൻ വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനെ കയ്യൊന്ന് കുത്തി, അല്ല കത്ഫൈഹി, അലിയുടെ ശരീരത്തിൽ ഇങ്ങനെ കയ്യൊന്ന് കുത്തി ഒന്ന് ഉയരാൻ വേണ്ടി റസൂലുള്ളാഹി കയ്യൊന്ന് കുത്തുന്നു. അങ്ങോട്ട് പോയി റസൂലുള്ളാഹി കയ്യൊന്ന് ഇങ്ങനെ ഒന്ന് കുത്തി ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് കൈ കുത്തിയപ്പോൾ ബാക്ക് സീറ്റ് കുത്തി അങ്ങോട്ട് വീണു. ആര്? സഹാബികളിൽ ഏറ്റവും ആരോഗ്യം ഉള്ള ആള് സയ്യിദുന അലി റളിയല്ലാഹു അൻഹു. അപ്പൊ റസൂലുള്ളാഹിന്റെ ആരോഗ്യം എത്രയായിരിക്കും? അപ്പൊ മുസ്തഫ നബിയുടെ ആരോഗ്യം എത്രയാണ്? എന്താണത്? വളരെ വലിയ പാഠല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് പാഠങ്ങളില്ലേ? ഇതൊക്കെ റസൂലുള്ളാഹിന്റെ പാഠങ്ങളല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളെ നബി എന്ന് പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം തികഞ്ഞ മനുഷ്യനാണ്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട് മുസ്തഫ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരാളാണ് നമ്മുടെ നേതാവ്. അതാണ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഈ മുസ്തഫ നബിയിൽ നിങ്ങൾക്ക് മാതൃക ഉണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മാതൃകയൊക്കെ നമ്മുടെ ആയുസ്സിലും പലവിലും രീതിയിലൊക്കെ അനുസരിച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ആ ആരോഗ്യത്തെ സൂക്ഷിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹബീബായ നബി പറഞ്ഞു, ഇബ്നു മാജ രേഖപ്പെടുത്തിയ ഒരു ഹദീസ്, ലാ ബഅസ ബിൽ ഗനാലി മൻ ഇത്തഖഹാ. അല്ലാഹുവിനെ പേടിക്കുന്നവർക്ക് മുതലുണ്ടായാൽ ഒരു കുഴപ്പമില്ല ഈ ഹദീസ്. പക്ഷേ മുതലുണ്ടായിക്കോട്ടെ, മുതലുണ്ടാവുന്നത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വസ്യഹതു ലിമൻ ഇത്തഖാ ഖൈറും മിനൽ ഗിന. വസ്യഹതു ഖൈറുൻ ലിമൻ ഇത്തഖാ മിനൽ ഗിന. ധനമുണ്ടാകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ആരോഗ്യം ഉണ്ടാവില്ല. വസ്യഹതു ഖൈറുൻ ലിമൻ ഇത്തഖാ മിനൽ ഗിന. ലാ ബഅസ ബിൽ ഗിനാ ലിമൻ ഇത്തഖാ. അല്ലാഹുവിനെ പേടിക്കുന്നവരുടെ കയ്യിൽ മുതലുണ്ടായ കുഴപ്പമൊന്നുമില്ല. ആദ്യം പറഞ്ഞു മുതലുണ്ടാവുന്നത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ മുതലുള്ളവൻ ആരായിരിക്കണം? അല്ലാഹുവിനെ പേടിക്കുന്നവരായിരിക്കണം. ഇങ്ങനത്തെ നിബന്ധന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് മുസ്തഫ നബി പറയാണ്, എന്നാലും വസ്യഹതു ഖൈറുൻ മിനൽ ഗിന. മുതലുണ്ടാകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ആരോഗ്യം ഉണ്ടാകലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുനനിൽ മഹാനായ ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കാം, വളരെ നമ്മൾ ചിന്തിക്കണം. ആരോഗ്യം ക്ഷയിക്കുന്ന വിധത്തിൽ മഹാനായ അബ്ദുല്ലാഹിബ്നു ബിനുൽ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, മകനായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ആരാധന നിർവഹിച്ചിരുന്നു. രാത്രിയായ പകല് മുഴുവൻ നോമ്പൊൽക്കും. കേട്ടോളൂ, പകല് മുഴുവൻ നോമ്പൊൽക്കും, രാത്രി മുഴുവൻ നിസ്കരിക്കും. ഇങ്ങനെ പതിവായിരുന്നു. ഈ ഹദീസ് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതറിഞ്ഞപ്പോ ഹബീബായ നബി പറഞ്ഞു, ഫലാത്ത് ഫഅൽ, ഇത് ചെയ്യരുത് മോനെ എന്ന് പറഞ്ഞു. സും, നോമ്പൊൽക്കുക. വാഫ്തിർ, റമദാൻ നോമ്പിനെ പറ്റിയല്ലേ പറഞ്ഞ, സുന്നത്ത് നോമ്പ് ഒഴിവാക്കുക. വഖും, എണീറ്റ് നിസ്കരിക്കുക. ഒനം നല്ല പോലെ ഉറങ്ങുക. എന്തുകൊണ്ട്? നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന്റെ മേൽ അത് സംരക്ഷിക്കാൻ നിനക്ക് കനത്ത ബാധ്യതയുണ്ട്. നിന്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നത് നിനക്ക് വളരെ പ്രധാനപ്പെട്ട ബാധ്യതയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. നിന്റെ ഇണയെ തൃപ്തിപ്പെടുത്തുക, അതും നിനക്ക് ബാധ്യതയുള്ള സംഗതിയാണ്. നിന്റെ ഇണയെ തൃപ്തിപ്പെടുത്തണം, അത് നിനക്ക് ബാധ്യതയാണ്. നിന്നെ ആരെങ്കിലും ഒരു വിഷയത്തിനെ സമീപിച്ചാൽ അത് ചെയ്തു കൊടുക്കുക, അതും നിനക്ക് ബാധ്യതയാണ്. ഇതിനൊക്കെ നിനക്ക് എന്തു വേണം? ആരോഗ്യം വേണം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ഒരു മാസം മുഴുവൻ നോമ്പ് വെക്കുന്നതിന് പകരം എല്ലാ മാസവും 3 നോമ്പ് വെച്ചാൽ ഒരു നോമ്പിന് ഹസനത്ത് ബിഅശ്രി അംസാലിഹ, ഒന്നിന് 10 അപ്പോൾ 3 നോമ്പോട് എത്ര കൂലിയായി? ഇങ്ങോട്ട് മനസ്സിലാക്ക്. റമളാന്റെ അല്ല, സുന്നത്ത് നോമ്പിനെ പറ്റിയാ പറയുന്നത്. സുന്നത്ത് നോമ്പ് റമളാനും അല്ല, പിന്നെ എന്തുമല്ല, റമളാന് ശേഷമുള്ള 6 നോമ്പല്ല പറഞ്ഞത്. എല്ലാ മാസവും മുഴുവൻ നോമ്പ് വെക്കുന്ന ശൈലിയൊന്നും നിനക്ക് വേണ്ട. എന്തു മതി? ഒരു 3 ദിവസം എല്ലാ ദിവസവും 3 ദിവസം നോമ്പ് വെച്ചാൽ മതി. എന്തുകൊണ്ട്? പോലെ ഹസനത്ത് ബിഅശ്രി അംസാലിഹ, ഒന്നിന് 10 കൂലി കിട്ടും. അപ്പോൾ 3 നോമ്പിന് 30 കൂലി കിട്ടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. അങ്ങനെ എന്ന് നോമ്പ് വെക്കുകയാണെങ്കിൽ നിന്റെ കണ്ണൊക്കെ പറ്റ ചടച്ച് നാശാവും. നീ പാറ്റം കൊണ്ട് തളർന്നു പോകും. അതുകൊണ്ട് അത് പാടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഒരുപാട് വിഷയങ്ങൾ ഇതിലൊക്കെ പറയാനുണ്ട്, ഞാൻ നീട്ടി പറയുന്നില്ല. ഇനി രോഗത്തെ പറ്റി പറയാം. മുഅ്മിനീങ്ങളെ, രോഗം എന്ന് പറഞ്ഞാൽ അതിന് രോഗമുണ്ടായാൽ അള്ളാഹു രോഗത്തെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഒന്ന്, രോഗത്തെ നമ്മൾ ശപിക്കാൻ പാടില്ല. രോഗത്തെക്കുറിച്ചൊരു ശാപം പറയരുത്. രോഗവും അള്ളാഹുവിൻ്റെ ഒരു നിഅമത്താണെന്ന് മനസ്സിലാക്കണം. ഒരു മുസ്ലിമായ മനുഷ്യന് നിഅമത്തല്ലാത്ത ഒന്നുമില്ല. وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعالمين. സൂറത്തുൽ അംബിയ 83-84 ആയത്തുകൾ. മഹാനായ സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം വലിയ രോഗം ബാധിച്ചപ്പോഴും പറഞ്ഞു, നീ ഏറ്റവും കരുണ ചെയ്യുന്നവരിൽ കരുണ ചെയ്യുന്നവനാണല്ലോ റബ്ബേ, അതുകൊണ്ട് നീ എനിക്ക് കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു. ഒരിക്കലും രോഗത്തെ ശപിച്ചില്ല മഹാനായ സയ്യിദുനാ അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. രോഗത്തിന് ഏറ്റവും വലിയ ഉദാഹരണം, ശ്രദ്ധിക്കൂ, ആ ക്ഷമ മതി. അത് വലിയ ഇബാദത്താണ്. ഒരു രോഗം ഉണ്ടാവുന്ന സമയത്ത് ക്ഷമിക്കുക, അത് ഭയങ്കര ഇബാദത്താണ്. അന്ത്യനാളിൽ ഒരു രോഗിയെ കൊണ്ടുവരും. അയാൾ അള്ളാനെ വേണ്ട പ്രകാരം തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടാവില്ല. ഒരു രോഗിയെ കൊണ്ടുവരും. അയാൾ അള്ളാന്റെ കോടതിയിൽ വരുമ്പോൾ അള്ളാനെ വേണ്ട പ്രകാരം തൃപ്തിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അയാളോട് അള്ളാഹു ചോദിക്കും, എന്റെ നീ എന്നെ തൃപ്തിപ്പെടുത്തുന്ന ഇബാദത്ത് ചെയ്യാതിരുന്നു? അപ്പോൾ അയാൾ പറയും, കുന്തു മരീളൻ ഫിൽ ദുനിയ, ദുനിയാവിൽ ഞാനൊരു രോഗിയായിരുന്നു. അപ്പോൾ അള്ളാഹു തിരിച്ച്, അകുന്ത അമ്രള മിൻ അയ്യൂബ, എന്റെ അയ്യൂബിനെക്കാളും വലിയ രോഗിയായിരുന്നോ എന്ന് അള്ളാഹു തിരിച്ചു ചോദിക്കും. മനസ്സിലായില്ലേ പറഞ്ഞത്? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ ഇബാദത്ത് സബ്റാണ്. സബ്റാണ് ഏറ്റവും. ഏത് രോഗിയും ഒന്നാമതായി കാണിക്കേണ്ടത് സബ്റാണ്. സബ്ർ ഭയങ്കര ഇബാദത്താണ്. ഒരു രോഗം ഒരാൾക്ക് ബാധിച്ചാൽ ആ രോഗത്തിൽ അയാൾ സബ്ർ ചെയ്താൽ, ആ രോഗത്തിൽ അയാൾ തിരിച്ച് ജീവിക്കുകയാണെങ്കിൽ ബരിഅ മഗ്ഫൂറൻ ലഹു, അയാള് ജീവിക്കുകയാണെങ്കിൽ, രോഗം മാറുകയാണെങ്കിൽ, ശ്രദ്ധിക്കുക, അതോടുകൂടെ അയാൾക്ക് അള്ളാഹു തആല പുറത്തു കൊടുക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി അയാൾ മരിക്കുകയാണെങ്കിലോ, അയാൾ മരിക്കുകയാണെങ്കിൽ മാത ഷഹീദാ, ഒരു രോഗത്തിന്റെ അയാൾ സാബിറായി മരിച്ചാൽ അതോടുകൂടി അയാൾക്ക് ഷഹീദിന്റെ പദവി ഉണ്ടാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു രോഗത്തെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ. മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസനിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്താ ശൗക ഷാഖുഹാ ഇല്ലാ കബ്ബറല്ലാഹു ബിഹാ മിൻ ഖത്വായാ. ഇത് സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യന് ഏതൊരു രോഗം, ഏതൊരു പ്രയാസം, ഏതൊരു മനക്ലേശം, ഏതൊരു ദുഃഖം, എന്തും വലാദൻ ഹത്ത ശൗക, ഒരു മുള്ളു വരെ കുത്തിയാൽ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖത്വായ, അവൻ ക്ഷമിച്ചാൽ ആ അളവ് അള്ളാഹു അവന്റെ ദോഷം പുറത്തു കൊടുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുൻ. അപ്പോൾ രോഗം ഒരു ശാപമല്ല എന്ന് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം. ഈ ഹദീസ് ബുഖാരി മുസ്ലിം. വേറൊരു ഹദീസ്, ഇബ്നു മസ്ഊദ് ഖാല ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമി യുസീബുഹു ദി ശൗക ഫമാ ഫൗഖഹാ. ഒരു മുള്ള കുത്തിയുടെ മുതൽ ഏത് രോഗം ഉണ്ടായാലും എല്ലാവരും ചിന്തിക്കണം, ചെറുപ്പക്കാരും വയസ്സന്മാരും ഒക്കെ രോഗികളാകാം. അള്ളാഹു തആല രോഗത്തെ തൊട്ട് നമ്മളെ കാക്കട്ടെ. എന്ത് പറ്റിയാലും മുഅ്മിനീങ്ങളെ, ഈ ആഖിർ സമാനിനെ സംബന്ധിച്ചിടത്തോളം നമ്മളത് സബ്ർ ചെയ്താൽ ഏറ്റവും വലിയ ഒരു അമല് അതുവഴി നമുക്ക് കിട്ടും. ഇല്ലാ കബ്ബറല്ലാഹു ബിഹാ സയ്യാത്തി, സർവദോഷങ്ങളെയും അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കും രോഗത്തിൽ സബ്ർ ചെയ്താൽ. കമാ തഹദ്ദു ശജറു വറഖഹാ, മരം ആ മരത്തിന്റെ ഇലകളെ കൊഴിച്ചാടിക്കുന്നത് പോലെ. ഒരു മരത്തിൽ കാറ്റ് വന്നാൽ ആ കാറ്റ് ആ മരത്തിന്റെ ഇലകളെ കൊഴിച്ചാടിക്കും പോലെ ഒരു മുഅ്മിനായ മനുഷ്യൻ രോഗത്തിൽ സബ്ർ ചെയ്താൽ ദോഷങ്ങൾ അത് കൊഴിച്ചു വീഴ്ത്തുമെന്ന് സയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ചികിത്സ ഒരാൾക്ക് പിന്നെ ഒന്ന് എന്താ പറയാ, സർജറി ഒക്കെ ചെയ്യേണ്ടി വന്നു, ഒന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ആ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരികയാണെങ്കിൽ പോലും അള്ളാഹു അതിനത്തോട് നമ്മളെ കാക്കട്ടെ. പക്ഷെ ഓപ്പറേഷൻ ചെയ്ത ആളുകൾക്ക് അതിൽ സബ്ർ ചെയ്ത് അള്ളാഹുവിനെ വിശ്വസിച്ച് സബ്ർ ചെയ്താൽ ഇവർക്ക് കൊടുക്കുന്ന കൂലി കണ്ടിട്ട് മറ്റുള്ളവർ വിഷമിച്ചു പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തുർമുദി രേഖപ്പെടുത്തിയ ഹദീസ്. യവദ്ദു അഹ്ലുൽ ഹാഫിയ യൗമൽ ഖിയാമ ഹീന യുഅതാ അഹ്ലുൽ ബലാഇ അസ്വാബ്.
ഇവിടെ രോഗമില്ലാതെ മരിച്ചുപോയ ആളുകൾ രോഗികൾക്ക് കൊടുക്കുന്ന സവാബിന് അന്ത്യനാളിൽ കാണപ്പെടുമ്പോൾ അവര് പറയും, അവര് കൊതിച്ചു പോകും, ഞങ്ങളെയും പടച്ചവനെ ദുന്യാവിൽ രോഗങ്ങൾ കാരണം കത്തിരി കൊണ്ട് കഷ്ണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. രോഗികൾക്ക് കൊടുക്കുന്ന കൂലി ശ്രദ്ധിക്കണേ. ഈ കൂലി, അതായത് രോഗക്കാരൻ അവരെ കാല് മുറിച്ച് അവരെ കൈ മുറിച്ച്, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അവരെ ഉദരത്തിൽ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ, ഇതൊന്നും ഒരു നാശാന്ന് വിചാരിക്കണ്ട. ഇങ്ങനെയൊക്കെ നന്നായി നടന്നിട്ട് എന്നിട്ട് അയാളെ കാല് മുറിച്ചില്ലേ, ഇങ്ങനെയൊക്കെ നന്നായി നടന്നിട്ട് അയാളെ ഓപ്പറേഷൻ ചെയ്തില്ലേ എന്ന്, ആ കുട്ടിയെ ഓപ്പറേഷൻ ചെയ്തില്ലേ എടുത്തത്, ഇങ്ങനെയൊക്കെ ദ്വാ ചെയ്തിട്ട് ഇങ്ങനെയൊന്നും പറയരുത്. അതൊക്കെ അതിലൊക്കെ അള്ളാന്റെ പൊരുത്തം കിട്ടും. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഇവർക്ക് കൊടുക്കുന്ന കൂലി അവര് സബർ ചെയ്താൽ, ആ കൂലി കൊടുക്കുന്ന നേരത്തെ മറ്റുള്ളവര് കൊതിച്ചു പോകും, പടച്ചവനെ ഞങ്ങളെയും കഷ്ണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവർ കൊതിച്ചു പോകുമെന്ന് സയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മറ്റൊരു കാര്യം പറയേണ്ടത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മരുന്ന് ഇല്ലാത്ത ഒരു രോഗം അള്ളാഹു ഇറക്കുകയില്ല. എയ്ഡ്സിന് മരുന്നില്ല എന്ന് പറയണ്ട, നമ്മൾ ആളുകൾ കണ്ടുപിടിച്ചില്ല എന്ന് പറഞ്ഞാൽ മതി. ഒരു കാലഘട്ടത്തിലെ ഒരു രോഗത്തിന് ഡോക്ടർമാർക്ക് മരുന്ന് കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിന്റെ മേൽ അള്ളാഹു അദാബ് നിലനിർത്തുകയാണ്. അതിന് കാരണം അവരുടെ അക്രമമായിരിക്കും. പടച്ചോൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രോഗം അധികരിക്കുക വ്യഭിചാരവും പലിശയും അധികരിക്കുമ്പോഴാണ്. വ്യഭിചാരം, പലിശ, ഇത് രണ്ടും അധികരിക്കുമ്പോൾ അതിന്റെ കെടുതിയായി, അതിന്റെ ഒരു ഔട്ട് പ്രോഡക്റ്റ് ആയിട്ട്, അതിന്റെ കാരണമായി സൈഡ് പ്രൊഡക്റ്റ് ആയിട്ട് സത്യത്തിൽ രോഗങ്ങൾ ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി രോഗം ഉണ്ടായാലോ മരുന്ന് കിട്ടിയിരിക്കണം. എന്തുകൊണ്ട് മരുന്ന് കിട്ടിയില്ല? ഇപ്പൊ ഡോക്ടർമാർക്ക് മരുന്ന് കിട്ടാത്ത എന്തുകൊണ്ടാണ്? ഇവിടെ എയ്ഡ്സ് ഒരൊറ്റ തവണ മരുന്ന് ഉപയോഗിച്ചാൽ മാറുന്ന മരുന്ന് ഇവിടെ എയ്ഡ്സിന് അള്ളാഹു തആല ആ രോഗത്തിന് മരുന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നല്ല ഹദീസിൽ കാണുന്നത്, ആദ്യം മരുന്നിറക്കിയിട്ട് പിന്നെ രോഗം ഇറക്കിന. മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസലലഹു ദവാഅൻ. അപ്പൊ മരുന്നിറക്കിയിട്ടാണ് അല്ലാഹു തആല രോഗം ഇറക്കിയ. അങ്ങനെ ഹദീസിന്റെ വന്ന് മനസ്സിലാവുന്നത്. അപ്പൊ എയ്ഡ്സ് ഉണ്ടാവുന്നതിന് മുമ്പ് എന്തുണ്ട്? എയ്ഡ്സിനുള്ള മരുന്നുണ്ട്. പിന്നെ എന്തേ കണ്ടെത്താൻ കഴിഞ്ഞില്ല? എന്ത് കണ്ടെത്താത്തു? ആ കാലത്തെ മനുഷ്യരുടെ മേൽ അള്ളാന്റെ കോപം നിലനിൽക്കലാണ് അതിന് കാരണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് വളരെ പേടിക്കണം. ഇത് ഭയങ്കര പ്രശ്നം. ഇന്നിപ്പോ ചിക്കൻ കുനി ഉണ്ടായി, പിന്നെ എന്താ പറയാ, പന്നിപ്പനി ഉണ്ടായി, മരുന്ന് കാണുന്നില്ലല്ലോ, മരുന്നിട്ടില്ല. എന്തോ കാലത്തിലാണ് നീങ്ങി പോകാന്നല്ലാണ്ട് പിന്നെ തക്കാളിപ്പനിയായി, പിന്നെ പന്നിപ്പനിയായി, ഒരു പനി മറ്റേ പനിയായി, പേരിങ്ങനെ മാറി, അങ്ങനെ പുതിയ പേര് മാറി എന്നല്ലാതെ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്റെ കാരണം ആ ജനതയുടെ മേലുള്ള അള്ളാന്റെ കോപം നിലനിൽക്കുന്നു. പലിശയും വ്യഭിചാരവും അധികരിക്കുമ്പോഴാണ് സൈഡായിട്ട് രോഗങ്ങൾ അധികരിക്കുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അന്ത്യനാൾ രോഗങ്ങളുടെ കാലഘട്ടമായിരിക്കും. ഇനി കാരണം എന്താണ്? അപ്പൊ ഇടാപ്പ ക്യാൻസറിന് എന്താ ചെയ്യാം? റേഡിയേഷൻ ചെയ്യും. ഈ റേഡിയേഷൻ അവർ കരിപ്പിച്ച് കളയും. ഈ കരിപ്പിച്ച് കളയുന്ന ഹബീബാ റസൂൽ പറയുന്നുണ്ട്, എന്റെ ഉമ്മത്തിനെ കരിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. സഹാനബി പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, കരിപ്പിക്കുന്നതിന് ശിഫ ഉണ്ടാവും, പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. ഹബീബാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ സാന്ദർഭികമായി പറയാം, ഞാൻ അതിൽ മരുന്നുണ്ട്, അതുകൊണ്ടൊക്കെ ശിഫ ഉണ്ടാകാം, പക്ഷെ എനിക്കത് താല്പര്യമല്ല എന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്നറിയോ? ഈ റേഡിയേഷൻ ചെയ്യും, എന്നിട്ട് അത് പിന്നെ ഉണ്ടാവും, അവസാനം മരിച്ചു പോവും. അവസാനം മരണം മാത്രമാണ് പരിഹാരം. എന്തുകൊണ്ട്? ആ ജനതയുടെ മേൽ അള്ളാഹുവിന്റെ കോപം നിലനിൽക്കലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് നമ്മൾ മനസ്സിലാവും. ഏത് കാര്യം? ലം യൻസൽ അല്ലാഹു ലാ അൻസലഹു ശിഫാഅൻ അമിലഹു മൻ അമിലഹു. അറിയുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് അറിയാതിരിക്കും. ഏത് കാര്യത്തിനും മരുന്നുണ്ട്, മരുന്നില്ലാത്ത ഒരു കാര്യവുമില്ലെന്ന് സയ്യിദുനാ മുഹമ്മദുൻ ലാ ശൈഅ മിനൽ മഖ്ലൂഖാതി ഇല്ലാ ലഹു ളിദ്ദുൻ. ലാ ശൈഅ മിനൽ മഖ്ലൂഖാതി ഇല്ലാ ലഹു ളിദ്ദുൻ. എതിരില്ലാത്ത ഒരു കാര്യത്തെ അല്ലാഹു തആല പടച്ചിട്ടല്ല. എന്തിനും എതിരുണ്ടാവും, ഏതൊരു കാര്യത്തിനും എതിരുണ്ടാവും. ഒരു കാര്യത്തിനെ അല്ലാഹു തആല പോസിറ്റീവ് പടച്ച ഉടനെ നെഗറ്റീവ് പടക്കും. ഇതാണ് മരുന്നിന്റെ ബേസ്. പോസിറ്റീവ് പടച്ചാൽ നെഗറ്റീവ് പടക്കും. മാ ഖലഖല്ലാഹു ശൈഅൻ ഇല്ലാ ലഹു ളിദ്ദുൻ വകുല്ലു ദാഇൻ ലഹു ളിദ്ദുൻ മിനദ് ദവാഇ യുഅലജു ബിളിദ്ദിഹി. ഏതൊരു മരുന്നിനും ആ മരുന്നിന്റെ നേരെ അങ്ങേ ഭാഗമുണ്ട്, അതിന്റെ അപ്പുറത്ത് പടച്ചൊരു കാര്യമുണ്ട്. ഒരു കാര്യത്തെ നിർമ്മാണമായി പടച്ചാൽ ഒരു നശീകരണമായി പടക്കും, ഒരു നശീകരണത്തെ പടച്ചാൽ ഒരു നിർമ്മാണത്തെ പടക്കും. ഇത് അള്ളാന്റെ രീതിയാണ്, ഇത് അള്ളാഹുവിന്റെ രീതിയാണെന്ന് ഹബീബായ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഇങ്ങനെ ചുരുക്കത്തിൽ പറയാ, ഏതൊരു കാര്യത്തിനും രോഗത്തിന് മരുന്നില്ലാത്ത രോഗവുമില്ല, ഏത് കാര്യത്തിനും മരുന്നുണ്ട്, ഏത് കാര്യത്തിനും ഏത് രോഗത്തിനും മരുന്നുണ്ടാകുമെന്ന് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, രോഗം വന്നിട്ട് മരുന്നുപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കലാണ്. അതിൻ്റെ ചില പ്രതിരോധ മുറകൾ നല്ല പോലെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ഞാനത്തെ പോലെ പാട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് കുറച്ച് ആളുകൾ കൂടുതൽ വന്നോന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പാട്ടുണ്ടാവുന്ന ആരും ഇവരെ കരുതിയുണ്ട്. പാട്ട് കൊല്ലത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ പാടുന്നതാണ്. ഇത് വിഷയത്തിന് മനസ്സിലാക്കി നിങ്ങൾ അങ്ങനെയും ഇസ്ലാമിൽ വിഷയമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് പാടിയേ ഉള്ളൂ. നല്ലോണം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമതായി ശ്രദ്ധിക്കുക, തുഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധിയിലും വൃത്തിയിലും ജീവിക്കുക. അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നല്ല ശുദ്ധി, നല്ല വൃത്തി, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്കാണ് അല്ലാഹു തആല നോക്കൂ, നിങ്ങൾ ഇപ്പൊ വുളു ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും വുളു ഉണ്ടാക്കൽ സുന്നത്തായി. എത്ര തവണയും വുളു ഉണ്ടാക്കുക, അത് സുന്നത്തായ ഒരു അമല. അവർക്കാണ് അല്ലാഹു തആല പരലോകത്ത് കൗസറിന്റെ വെള്ളം കുടിക്കുക. അല്ലാഹു അവർക്ക് കൗസറിന്റെ വെള്ളം കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. നല്ല ശുദ്ധി, നല്ല വൃത്തി, അത് നല്ല പോലെ സൂക്ഷിക്കുക. അൽ ബഖറയിൽ 222, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഖിരീൻ. വൃത്തിയുള്ളവരെ, ശുദ്ധിയുള്ളവരെ അല്ലാഹു അവരെ വളരെ ഇഷ്ടമാണ്. അപ്പം അത് വളരെ ശ്രദ്ധിക്കണം. രോഗം വന്നിട്ട് അതിനെ തടയുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുക എന്ന കാര്യമാണ്. അൽ ബഖറ 222. മാമിൻകും മിൻ അഹദിൻ യതവല്ലഹു ഫയബ്ലു ഔ യസ്ബഉൽ വുളുവ ثم يقول أشهد أن لا إله إلا الله وأن محمدا عبده ورسوله اللهم اجعلني من التوابين واجعلني من المتطهرين. എന്നെ ശുദ്ധിയുള്ളവനാക്കണമേ എന്ന് ഒരാൾ ദുആ ചെയ്താൽ ഇല്ലാ ഫുത്തിഹത് ലഹു അബ്വാബുൽ ജന്നത്തി തമാനിയ, സ്വർഗത്തിന്റെ 8 വാതിലും അയാൾക്ക് തുറന്നു കൊടുക്കും. വുളു ചെയ്തിട്ട് ശുദ്ധിക്ക് വേണ്ടി ദുആ ചെയ്താൽ സ്വർഗത്തിന്റെ 8 വാതിലും തുറന്നു കൊടുക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തി. അപ്പൊ ഏറ്റവും പ്രധാനം ശുദ്ധി, നല്ല ശരീരം, നല്ല വേഷം, നല്ല വിധാനം, ഇതൊക്കെ ഉണ്ടാവുക. ഒരു വെള്ളിയാഴ്ച നമസ്കാരം അല്ലാഹു പൂർണ്ണമായി ജുമാ സ്വീകരിക്കണമെങ്കിൽ ആ ജുമാക്ക് പോകുന്നവൻ എന്ത് ചെയ്തിരിക്കണം? കുളിച്ചിരിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. അവനൊന്നുമില്ലെങ്കിൽ തരം കുളിച്ചിരിക്കണം. അതെന്റെ പ്രധാനപ്പെട്ട സുന്നത്താവുന്നു. ശുദ്ധി ഹബീബായ റസൂലുള്ളാഹി വളരെ ഊന്നി പറഞ്ഞ ഒരു കാര്യമാണ്. മാഇദ 6-ാമത്തെ ആയത്ത്, മാ യുരീദുല്ലാഹു ലിയജഅല അലൈക്കും മിൻ ഹറജ് വലാകിൻ യുരീദു ലിയുതഹിറകും വലിയുതിമ്മ നിഅമതഹു അലൈക്കും ലഅല്ലകും തഷ്കുറൂൻ. അല്ലാഹു ഏറ്റവും പ്രധാനമായി ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയും നിങ്ങൾക്ക് അല്ലാഹുവിന്റെ നിഅമത്ത് പൂർത്തിയാക്കാൻ വേണ്ടിയുമാണ്. അപ്പൊ ശാരീരികവും മാനസികവുമായ എല്ലാവിധ ശുദ്ധീകരണവും അല്ലാഹു വളരെ പ്രധാനമായി ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അശറും മിനൽ ഫിത്ര, അമ്പിയാക്കന്മാർ കൊണ്ടു നടന്ന കാര്യമാണ് 10 കാര്യം. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഒന്ന്, ഖസ്സു ശാരിബി, ഇടക്കിടക്ക് മീശ വെട്ടി കൊടുക്കുക. ശ്രദ്ധിക്കുക, മീശ അങ്ങനെ കൂട്ടരുത്. അത് അമ്പിയാക്കൾ വലിയ ആരോഗ്യമുള്ളവരാ. അവർക്ക് അല്ലാഹു തആല പ്രത്യേക നിയമമാക്കിയ മീശ ഹുംറത്തു ശഫത്ത് പുറത്ത് കാണിക്കുന്ന വിധത്തിൽ വെട്ടുക. മനസ്സിലാക്കി? മീശ വടിക്കരുത്. മീശ വടിക്കുന്നതിന് ഖൈറില്ല. മീശ വെട്ടവണ്, മീശ വെട്ട. മുസ്തഫാ നബിയുടെ രീതിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കൾ മുഴുവനും, ലോകത്തെ എല്ലാ അമ്പിയാക്കന്മാരുടെയും രീതിയാണ് മീശ വെട്ടുക. മീശ പഠിച്ചിട്ട് ചില ആളുകൾ മീശ എല്ലാം കൂടെ ഒരു ആ കോലത്തിൽ ഇങ്ങനെ ആക്കിയിടും. എന്നിട്ട് ഒരു 10-45 വയസ്സായിട്ടും ഇങ്ങനെ 45-50 വയസ്സായിട്ടും ഒരു 12-13 വയസ്സായ പിള്ളേരെ പോലെ നടക്കാൻ നോക്കും ചില ആളുകൾക്ക്. അത് നല്ല ശൈലിയല്ല. മീശ വെട്ടിക്കാൻ പാടില്ല, മീശ വെട്ടുക. പക്ഷെ മീശ വെട്ടണം. ചില ആളുകൾ വെട്ടൂല. ചില ആളുകൾ അത് മേഞ്ഞ കോലത്തിൽ ഇങ്ങനെ വല്ല കള്ളൊക്കെ കുടിക്കുന്നവർക്ക് നല്ല സുഖമാണ്. വല്ല ഒരു അരിപ്പായിട്ട് ഉപയോഗിക്കാം. ഒരു സാധനം ഉണ്ടെങ്കിൽ അവിടെ തടഞ്ഞോളും തോന്നുക. ആ ഒരു കോലത്തിൽ മീശ കൊണ്ട് വല്ലരെ കട്ടി കൂടാ. അത് പാടില്ല. ചുണ്ടിന്റെ ചുവപ്പ് പ്രത്യക്ഷമാകുന്ന വിധത്തിൽ മീശ വെട്ടണം. ചുണ്ടിന്റെ ചുവപ്പ് പുറത്ത് കാണിക്കണം. ആ രൂപത്തിൽ മീശ വെട്ടൽ അമ്പിയാക്കന്മാരെ സുന്നത്താണ്. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിലൊന്നും പിന്നെ പറ്റിപ്പിടിക്കാൻ പാടില്ല. അതേപോലെ തന്നെ താടി ഉണ്ടാവുക, താടി ഉണ്ടാകുക, അതും അമ്പിയാക്കളുടെ സുന്നത്താണ്. അങ്ങനെയാണ് താടി ഉണ്ടാവുക. താടി പഠിച്ചു നീക്കാൻ പാടില്ല. അത് താടി ഉണ്ടാകുക, അതും അമ്പിയാക്കന്മാരെ സുന്നത്താണ്.
വസ്സിവാക്കും മിസ്വാക്ക് ചെയ്യുക, ദന്തശുദ്ധീകരണം വരുത്തുക. താടി ഉണ്ടാവുക അവരവരുടെ പരിധിക്കനുസരിച്ചും രീതിക്കനുസരിച്ചും എന്നാണ് അതിന് മനസ്സിലാവേണ്ടത്. ഓരോരുത്തർക്കും അതിന്റെ പരിധിക്കനുസരിച്ചും രീതിക്കനുസരിച്ചും ഒക്കെ താടി ഉണ്ടാവുക. ഒക്കെ നല്ല കാര്യങ്ങളാണ്. ഓരോന്നിനും വസ്സിവാക്കും മിസ്വാക്ക് ചെയ്യുക, ദന്തശുദ്ധീകരണം. ഹബീബാ റസൂൽ പറഞ്ഞു, ലൗലാ നശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും അമർതുഹും ബിസ്സിവാഖി ഇൻദ കുല്ലി വുളൂ. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നുവെങ്കിൽ ഓരോ ഉളൂയിലും മിസ്വാക്ക് ചെയ്യാൻ ഞാൻ നിർബന്ധിക്കുമായിരുന്നു. ഞാൻ കൽപ്പിക്കുന്നു പറഞ്ഞാൽ കൽപ്പന എപ്പോഴും ഉണ്ട്, അത് സുന്നത്തായ കൽപ്പനയാ. ജനങ്ങൾക്ക് പിന്നെ അതൊരു ബുദ്ധിമുട്ടായി അത് ചെയ്യാതെ അതിന്റെ പേരിൽ ഒരു ഉജ്ജുബ് ചെയ്യാതെ നരകത്ത് ചാടുമോ എന്ന് പേടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എല്ലാ നേരത്തും മിസ്വാക്ക് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണേ, അക്കലിനെ അങ്ങോട്ട് തുറക്കും. നിങ്ങളൊരു വിഷയത്തിൽ പിടുത്തം കിട്ടാതിരിക്കുന്ന നേരത്ത് വേഗം എന്ത് ചെയ്യാം? മനസ്സിലായി പറഞ്ഞത്? ഒരു വിഷയം ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ലെങ്കിൽ എഴുത്തുകാരി അല്ലാത്തവരൊക്കെ ശ്രദ്ധിക്കുക. എഴുത്തുകാര്, പ്രസംഗകര്, ഒരു പ്രഭാഷകര്, കാര്യം പഠിപ്പിക്കുന്ന ഒരു വിഷയം തീരുമാനിക്കുന്ന നല്ല സുഖമുള്ള കാര്യമാണ്. ഒരു വിഷയം ഗതി മുട്ടി നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ വേഗം ഒന്ന് മിസ്വാക്ക് ചെയ്ത് ഒന്നുകൊടുത്തിട്ട് നിന്നാൽ കറക്റ്റാണ്. ഒരു സുഖാന്നറിയാം, ഭയങ്കര കാര്യം. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാനുണ്ട്, ഈ ക്ലാസ്സിന് വരുമ്പോൾ എന്ത് വേണം? ഒന്ന് വേണം മിസ്വാക്ക് ചെയ്യാം. ഒന്നും കൂടെ മിസ്വാക്ക് ചെയ്യാം. ആ മിസ്വാക്ക് ചെയ്തിട്ട് ഒന്നുവ ചെയ്ത് വന്നിരിക്കുക. എന്താണ് അതിന്റെ ഫതഹ? നേരെ മറിച്ച് വായയിൽ വേണ്ടത്ര മിസ്വാക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സമയമൊക്കെ വന്നാൽ എന്തോ അക്കലിന് ഒരു കുസൂഫ് വാടിക്കും, ഒരു കെട്ട് പോലെ അങ്ങനെ ഉണ്ടാവും. എന്തോ ഒന്ന് കെട്ടിക്കിടക്കും. എന്തൊരു ബന്ധാണ് മിസ്വാക്ക്. മുസ്തഫ നബി സുന്നത്താക്കി. അത് ഞാൻ വാജിബാക്കാൻ ഉദ്ദേശിക്കാണ്. പക്ഷെ എന്റെ ഉമ്മത്ത് അത് ചെയ്യാതെ അവസാനം നരകത്ത് ചാടുമെന്ന് പേടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മിസ്വാക്ക് ഞാൻ നിർബന്ധമാക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയത്തിൽ മുൻഗാമികൾ ഭയങ്കര ഉഷാറാണ് അല്ലേ? ഇന്നത്തെ മിസ്വാക്കും അതും ശ്രദ്ധിക്കണം. ഈ മിസ്വാക്ക് നല്ലതല്ല. ഇന്നത്തെ നമ്മളെ ഈ മിസ്വാക്ക് പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, ഈ പ്ലാസ്റ്റിക് മോണകൾക്ക് ദോഷമുണ്ടാക്കും. മിസ്വാക്കിൽ ഖൈർ ഹറാക്കാണ്. അല്ലെങ്കിൽ എന്തുപയോഗിക്കാം? പ്രകൃതിദത്തമായ ചില സാധനങ്ങളുണ്ടല്ലോ. ഉദാഹരണം ഏതുപോലെ എന്താ പറയാ, നമ്മളെ ഈ ചകിരിയുടെ, മനസ്സിലായി? ചകിരി പറ്റും. പൂച്ചെടി എന്നാണ് പഴയ കാലത്ത്. പൂച്ചെടി കൊണ്ട് ഉസ്താദ്മാരൊക്കെ ആണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പൂച്ചെടി എന്നാണ്, മനസ്സിലായില്ലേ? വെയിലിപ്പറ്റിലൊക്കെ ഉണ്ടാവും പൂവ്. അങ്ങനെ ചെടിയുണ്ട്. പുല്ലാണിച്ചെടി എന്ന് പറയും. പുല്ലാണിച്ചെടി കണ്ടിട്ടില്ലേ? നിങ്ങളോട് എന്ത് പറഞ്ഞിട്ട് കാര്യം? ദുന്യാവിലൊക്കെ വല്ല ഇറക്കം നിങ്ങൾക്ക് ഉണ്ടാവും. പഴയ കാലത്ത് ഈ പോത്തുകളൊക്കെ അടിക്കാനുള്ള വടിക്ക് കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമല്ലേ, എന്താ അതിന് പറയാ? അതും നിങ്ങൾ അറിയൂലേ? കാലി പൂട്ടുന്ന ആളുകൾ എന്ത് ചെയ്യും? കെട്ടും, വടിക്ക് കെട്ടും. അതും നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ല, അതും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞാലേ മനസ്സിലായി. കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു കയറുണ്ട്, എന്താ പറയാ? കയ്യൂണല്ല, വേറെ എന്തെങ്കിലും. ഇപ്പൊ അതൊന്നും ഇല്ല. വേലിപ്പറ്റുകളൊക്കെ ഞാൻ അടുത്ത കാലത്ത് ഇങ്ങനെ നോക്കി. ഞാൻ ഈ പുല്ലാണിച്ചെടി ഏറ്റവും കൂടുതൽ കണ്ടത് കഴിഞ്ഞ മാസം മൈസൂരിൽ ഇറങ്ങി വരുമ്പോൾ ആ ഭാഗത്ത് കാടിന്റെ ഒരു സൈഡിൽ കാണുന്നുണ്ട്. പഴയ കാലത്ത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതിനിങ്ങനെ കുരുമുളക് പോലത്തെ മണിയുണ്ടാവും. ഒരു തരം ഇങ്ങനെ മിന്നി പോലെ, ഈ എന്താ പറയാ, പെൺകുട്ടികളെന്ന ഈ ചെറിയ ജിമിക്കല്ല, ഒരു മിന്നി പോലത്തെ പൂവുണ്ടാവും. കണ്ടിട്ടില്ല? അതിന് വളരെ മനോഹര. അതിന്റെ കായ തന്നെ പച്ച, കറുപ്പ്, അങ്ങനെയൊക്കെയാണ് കായ ഉണ്ടാവും. അങ്ങനെ അതുകൊണ്ട് നല്ല സുഖമുള്ള ഒരു സാധനം. ദന്തശുദ്ധീകരണം വരുത്താൻ ഏറ്റവും ഖൈർ അറാക്കാം. ഇന്നത്തെ നമ്മളെ ഈ ബ്രഷ് ഉണ്ടല്ലോ, ഈ കടുത്ത ബ്രഷുകളൊക്കെ മോണക്ക് കേടുവരുത്തും. മോണക്ക് സുഷിരങ്ങൾ ഉണ്ടാക്കും. പിന്നെ അതിലൂടെ അങ്ങനെ ബ്ലഡ് എടുക്കും. അത് നല്ല ഒരു സംഗതിയല്ല. ഞാൻ പറ്റൂലെങ്കിൽ അത് ചെയ്യാം. പക്ഷേ നമ്മളെ മുൻഗാമികൾ ഈ വിഷയത്തിൽ ഭയങ്കര ഉഷാറായിരുന്നു. എല്ലാ പള്ളികളിലും ഉണ്ടാവും, എല്ലാവരും ഉപയോഗിക്കുന്ന എല്ലാ പള്ളികളോടനുബന്ധിച്ച് കുളങ്ങൾ ഉണ്ടായിരുന്നു. ആ കുളത്തിൻ്റെയൊക്കെ സൈഡിൽ ഇതേപോലെ തന്നെ ഈ ചെറിയ മിസ്വാക്ക്, 2 തരം മിസ്വാക്ക് ഉണ്ടാവും. ചെറുതുണ്ടാവും, അതേപോലെ തന്നെ കാലൊരക്കണ മിസ്വാക്ക്. അതൊന്നും ഇന്നും ശ്രദ്ധ തന്നെയല്ലോ. ഈ കാലൊന്നും അരച്ച് വെളുപ്പിക്കുക എന്നുള്ളത് ഒന്നും ഒരു ശ്രദ്ധ പോലും ഇല്ല. സത്യത്തിൽ നിസാരമായ സ്ഥലത്ത് ഈ ഈ നഖത്തിന്റെ സൈഡിലൊക്കെ ചെറിയ ചളി അഴുക്ക് കെട്ടിക്കിടന്നാൽ അതുവഴി നിസ്കാരം ബാത്തിലാകുമ്പോൾ നിസ്കാരം ഉണ്ടാവുന്നില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ ഇത് അമ്പിയാക്കന്മാരെ സുന്നത്തിൽപ്പെട്ടതാണ് മിസ്വാക്ക് ചെയ്യുക. ഇസ്തിൻഷാഖുൽ മാഇ, മൂക്കിൽ വെള്ളം കയറ്റിയിട്ട് നല്ല പോലെ ചീറ്റി കളയാം. മൂക്കിൽ വെള്ളം കയറ്റിയിട്ട് നല്ല പോലെ ചീറ്റി അത് ഇങ്ങനെ ശുദ്ധിയാക്കുക. ആ വഴി എപ്പോഴും നല്ല ശുദ്ധിയാക്കിയിട്ട് നല്ല ഉഷാറാവും, നല്ല കുട്ടിക്കുണർവുണ്ടാവും. പിന്നെയോ നഖങ്ങളൊക്കെ വെട്ടിക്കളയും. നഖം വെട്ടിക്കളുടെ വിധയൊക്കെ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് കാണിച്ചതൊന്നും വിശദീകരിക്കുന്നില്ല. നഖം വെട്ടിക്കളയുക.
നഖത്തിൽ ബാക്കിയാക്കാതിരിക്കുക, അതൊക്കെ വെട്ടിക്കളയുക, അത് എല്ലാ നഖവും വെട്ടിക്കളയും. ഉസുലുൽ ബറാജിം, വസ്ത്രങ്ങൾ അലക്കുക. അതേപോലെ തന്നെ കക്ഷത്തിലെ മുടി ഒഴിവാക്കുക, കക്ഷത്തിലെ മുടി. അതേപോലെ തന്നെ ഹൽഖുൽ ആനത്തി, പിന്നെ ഗുഹ്യരോമങ്ങൾ, ഇതൊക്കെ നീക്കി കളയണമെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇതൊക്കെ ഒരു മനുഷ്യനെ മനുഷ്യനാക്കണ കാര്യമാണ്. അതൊക്കെ മനുഷ്യനുണ്ടായിരിക്കണം എപ്പോഴും. അത് 40 ദിവസത്തേക്കാൾ കൂടുതൽ ഈ കക്ഷത്തിലോ തൻ്റെ ലൈംഗികാവയവത്തിന്റെ ഭാഗത്തൊന്നും മുടി രോമങ്ങൾ ബാക്കിയാകാൻ പാടില്ല എന്നാണ്. അത് കറാഹത്താണെന്നാണ്. അത് ആവർത്തിക്കുന്നത് ഖൈറില്ല, അതങ്ങനെ വെക്കുന്നത് ഖൈറില്ല. ഞാൻ അനിവാര്യമായ സംഗതി ആയതുകൊണ്ട് വ്യക്തമായി പറയാണ്. ചില ആളുകൾ വളരെ ശ്രദ്ധിക്കണം. ചില ആളുകളൊക്കെ അങ്ങോട്ട് വസ്ത്രം എന്നെ വസ്ത്രമില്ലാതെ കക്ഷം പൊക്കിയാൽ എൻ്റെ ഒരു കിളിക്ക് കൂടുകൂട്ടാവുന്ന അത്ര ഉണ്ടാവും ഈ സൈഡിലൊക്കെ. അതൊക്കെ വളരെ മോശപ്പെട്ട ഒരു സംഗതിയാണ്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒഴിവാക്കിയിട്ട് മനുഷ്യനൊരു വൃത്തിയിൽ നിൽക്കാം. അത് അവൻ്റെ മലായിക്കത്ത് അവനെ ഇഷ്ടപ്പെടും. എപ്പോഴും ഒരു വൃത്തിയും ശുദ്ധിയൊക്കെ ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളൊരു ഉസ്താദ് ആയതുകൊണ്ട് തുറന്ന് പറയാണ്. നമുക്ക് വിഷമം ഉണ്ടാവും, പക്ഷെ പറയല്ല, നിർവാഹം. അതുകൊണ്ട് ഞാൻ വ്യക്തമായി പറയുന്നു. അതേപോലെ തന്നെ അതേപോലെ തന്നെ മൂത്രിച്ചിട്ട് അത് ശുദ്ധിയാക്കുക, വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുക. നല്ല മനോഹരമായി മൂത്രിച്ച ഭാഗം ശരിക്ക് ശുദ്ധിയാക്കുക. നരകത്തെ ഖബറിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ മൂത്രം ശുദ്ധിയാക്കാത്ത ആളുകൾക്കായിരിക്കുമെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ വൽ മളുമള, എന്തെങ്കിലും ഒന്ന് വായിലിട്ട മളുമളത്ത് ചെയ്യുക. ഒന്ന് വായ ഒന്ന് കുലിക്കുഴിയാന്നറിയും നമ്മളല്ലേ, അങ്ങനെയുള്ള പറയാം, കുലിക്കുഴിയാന്ന്. എപ്പോഴും ഒന്ന് സാധനം വായി കെട്ടിയ കുലിക്കുഴിയ. അത് അക്കലിനെ കെട്ടും. ഒരു സാധനം ഇവിടെ ഒരു സംഘം ആളുകൾ മുസ്തഫ നബിയോട് വന്ന് പറയാം, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നില്ല, എന്താണ്? അപ്പൊ പറഞ്ഞു, ദുആ ചെയ്താൽ എങ്ങനെ ഉത്തരം കിട്ടാം? പല്ലിന്റെ ഇടയിലൊക്കെ ഭക്ഷണത്തിന്റെ അംശമല്ല നിങ്ങളെ വായിലുള്ളത്. മനസ്സിലായില്ല? പല്ലിന്റെ ഇടയില് ഭക്ഷണാംശങ്ങൾ ഉള്ളവയെ ഒരാൾ ദുആ ചെയ്താൽ ദുആന് അല്ലാഹു തആല ഖബൂൽ നൽകുകയില്ല എന്ന് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടക്കിടക്ക് നബിയോട് നബിയെ സ്വഹാബികളെ കണ്ടാ ചോദിക്കും, വല്ല സ്വപ്നം കണ്ടിരുന്നോ? ഒരു വിഷയം തുടങ്ങുമ്പോൾ ആദ്യം ഇന്നലെ രാത്രി ആരെങ്കിലും സ്വപ്നം കണ്ടോ എന്നാ ചോദിക്കുക. ഒരിക്കൽ സ്വപ്നം അങ്ങനെ കമ്മിയായിക്കൊണ്ടേയിരുന്നു. സ്വപ്നം കുറവായി, സ്വപ്നം കമ്മിയായപ്പോ ഹബീബ നബി പറഞ്ഞു, നിങ്ങൾ ദന്ത ശുദ്ധീകരണം വായന ശുദ്ധീകരിക്കാതെ അല്ലേ ഉറങ്ങാൻ കിടക്കുന്നത്, എങ്ങനെ നിങ്ങൾക്ക് സ്വപ്നം ഉണ്ടാവുക? അപ്പൊ ഖൈറായ സ്വപ്നം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വപ്നം എന്നത് അള്ളാഹുവിന്റെ പ്രത്യേകമായ മുന്നറിയിപ്പുകളാണ്. സ്വപ്നമില്ലാതാകൽ അന്ത്യനാളിന്റെ അടയാള. ഇങ്ങോട്ട് ശ്രദ്ധിക്ക്, സ്വപ്നമില്ലാതാകൽ അന്ത്യനാളിന്റെ അടയാള. സ്വപ്നം വളരെ പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ ബിശാറാത്ത. മുഹമ്മദ് ശിഹാബ് തങ്ങൾ വഫാത്താകുന്നതിന്റെ ദിവസങ്ങൾ മുമ്പ് ഒരുപാട് ആളുകൾ ആപത്ത് സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരുപാട് ആള്. അത് എനിക്കറിയാനുള്ള കാരണം ഒരുപാട് ആള് എന്നോട് ഇത് പറഞ്ഞു. ഒരുപാട് ആളുകൾ സ്വപ്നത്തിന്റെ താബീർ ചോദിച്ചുകൊണ്ട് വിളിച്ചിരുന്നു. ഒരുപാട് ആള് കേരളത്തിൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂരൊക്കെ ജില്ലകളിൽ ഒരുപാട് ആളുകൾ മുഹമ്മദ് ശിഹാബ് തങ്ങളുടെ വഫാത്തിന്റെ 2-3 ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് ആൾ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ട ആളുകൾ ആ ദിവസങ്ങളിൽ എന്നോട് വിളിച്ചിരുന്നു. ഒരുപാട് താബീറുകൾ ചോദിച്ചിട്ട് അനവധി ആളുകൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പൊ സ്വപ്നം അള്ളാന്റെ ഒരു മുന്നറിയിപ്പാ എന്റെ ഇവിടെ നടക്കാനുണ്ട്. ഖൈറിനും മുന്നറിയിപ്പ് തരും, ഷെറിനും മുന്നറിയിപ്പ് തരും. അള്ളാഹു തആല നമ്മളെ ഷെറിനെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. ഏത് കാര്യം. അപ്പോ ഇതൊക്കെ മനുഷ്യന് സ്വപ്നം ഉണ്ടാവാം. സ്വപ്നം ഇല്ലാതിരിക്കൽ മോശമാണ്. ചില ആളുകൾ സ്വപ്നം കാണുകയില്ല. നീ കണ്ടാൽ തന്നെ വല്ല പാമ്പ്, തേള് ഇതൊക്കെ സ്വപ്നം കാണും. ഒക്കെ മനുഷ്യന്റെ മോശത്തരങ്ങളിൽപ്പെട്ടതാണ്. നല്ല സ്വപ്നങ്ങൾ കാണും. സ്വപ്നം കാണാന്നുള്ള റസൂലുള്ളാഹിന്റെ രീതിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കന്മാർ 40 നുബുവത്തിനെ 40 ഭാഗിച്ചാൽ അതിലൊരു ഭാഗം നിലനിൽക്കുന്ന സ്വപ്നമാണെന്ന് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ നബിയെ സ്വപ്നം കാണുമല്ലോ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇങ്ങനെ അപ്പൊ ചുരുക്കത്തിൽ ഇതിനൊക്കെ ശുദ്ധീകരണം വളരെ അനിവാര്യമാണ്. ശുദ്ധീകരണം അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല എന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ നളിഫു അഫ്നിയതകും. നിങ്ങൾ നിങ്ങളെ വസ്ത്രം നന്നാക്കിയാൽ പോരാ, നിങ്ങളെ വീടിനെ എപ്പോഴും അടിച്ച് വൃത്തിയാക്കണമെന്ന് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ഉറങ്ങാൻ കിടക്കുന്ന മുറി ശുദ്ധിയാകണം. അപ്പോഴേ മലായിക്കത്ത് ഇറങ്ങി വരുള്ളൂ. സ്വപ്നവും മലക്കളും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഒരു മുറി, കിടക്കുന്ന മുറി വളരെ ശ്രദ്ധിക്കണേ. അതിനിടയ്ക്ക് കഴിഞ്ഞ ആഴ്ച ഒരാൾ എന്നോട് ഫോൺ ചെയ്ത് ചോദിക്കാണ്, രാത്രി പിന്നെ ഈ ചപ്പ് ചവറുകള് പുറത്ത് കൊണ്ടുവരാൻ പാവം കൊണ്ടില്ലാന്ന് ഉണ്ടോ? സത്യത്തിൽ വീട്ടിൽ അഴുക്കുണ്ടെങ്കിൽ എപ്പോഴും അത് പുറത്തേക്ക് കളയാം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വലാ തശ്ബഹു ബിൽ യഹൂദി, നിങ്ങൾ യഹൂദികളെ പോലെ ആകരുതെന്ന് ഹബീബ നബി പറഞ്ഞിട്ടുണ്ട്.
എന്താണ് യഹൂദികളെ പോലെയാകൽ? കുമാം അടിച്ചിട്ട് സൈഡിലേക്ക് കൂട്ടി വെക്കും. മനസ്സിലായില്ല? നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ പറഞ്ഞത്? വീട്ടിന്റെ ഉള്ളിലൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യാ? ഒരു സൈഡിലേക്കാണ് കൂട്ടി വെക്കുക. അത് ചെയ്യരുത്. അത്തരം വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരില്ല. മുസ്തഫ റസൂലുള്ളാഹി അതിനെ അടിച്ച് വാരിയിട്ട് വേഗം. പിന്നെ രാത്രി പുറത്ത് കളയരുത് എന്നൊരു വാക്ക് വരാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്നറിയോ? ഇത് പകല് തീർക്കേണ്ട പണിയാണ്, പകൽ ചെയ്യേണ്ട പണിയാണ് ഈ അടിച്ചു വാരേണ്ട പണിയൊക്കെ. അത് ചെയ്യാതിരിക്കുമ്പോൾ അത് സ്വാഭാവികമായും പെണ്ണുങ്ങളെ വീഴ്ച, അത് പെണ്ണുങ്ങളെ ഭാഗത്തുണ്ടാവുന്ന ഒരു വീഴ്ച. രാത്രി അല്ല, അത് ചെയ്യേണ്ടത് പകലാണ്. ഇനി രാത്രി ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിരിക്കണം എപ്പോൾ? പകൽ. അവൻ ശുദ്ധിയില്ലാത്ത വൃത്തിയില്ലാത്ത ഒരു മുറിയിൽ ഉറങ്ങാൻ കിടക്കേ ചെയ്യരുത്, ഉറങ്ങാൻ കിടക്കേ ചെയ്യരുത്. ഒരാള് ശ്രദ്ധിക്കട്ടോ, ഒരാൾ ഉറങ്ങിക്കിടക്കുന്ന നേരത്തെ മലക്കൾ അയാളുടെ ഇവിടെയും ഇവിടെയും ഇരുന്നിട്ട് അയാൾക്ക് വരുന്ന ആപത്തിനെ തട്ടിക്കളഞ്ഞുകൊണ്ട് മലക്കൾ ഇവിടെ ഇവിടെ ഇരുത്തുമെന്ന് മുസ്തഫ നബി ഈ ഒരായത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുസ്തഫ നബി പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു തേനിന്റെ പാത്രം വെച്ചിട്ട് ആ തേനിന്റെ ഉടമസ്ഥൻ ഹശറാത്തിനെ, പ്രാണികളെ തട്ടാൻ വേണ്ടി ഇരിക്കുന്നത് പോലെ ഒരാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അയാളെ തൊട്ട് ആപത്ത് തട്ടാൻ വേണ്ടി അള്ളാഹു അടുത്ത ആളെ ഇരുത്തുന്ന. പക്ഷെ ഇതിന് ഷർത്താണ്, അയാൾ എന്ത് ചെയ്യണം? അയാൾക്ക് കഴിയുന്ന അത്ര ശുദ്ധീകരിച്ച ഒരു സ്ഥലത്താണ് കിടക്കണം. അപ്പോഴേ റഹ്മത്തിന്റെ മലക്കുകളുടെ സംരക്ഷണം ഉണ്ടാവുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇത്രയേറെ പ്രാണികളും മറ്റുണ്ടായിട്ട് എപ്പോഴോ ഒരാളുടെ ചെവിയിൽ അതൊന്നും പോയി എന്നല്ലാതെ ആർക്കെങ്കിലും വല്ല ആപത്തുണ്ടോ? വല്ല മൂക്കിന്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അതൊക്കെ ആലോചിച്ച് നോക്ക്. എത്രയേറെ ഈ ഗൗളി പല്ലികളൊക്കെ ഇങ്ങനെ അട്ടത്ത് നടക്കും. ഞാൻ എപ്പോഴും അത് ആലോചിക്കാറുണ്ട്. എന്നിട്ട് ഒരാളെ മൂക്കിൽ കയറുന്നില്ലല്ലോ, ഒരാളെ വായിലേക്ക് ചാടുന്നില്ലല്ലോ. എപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ? എന്താ കാരണം? എടാ നിന്റെ കറാമത്തല്ല, എന്താ കാരണം? പഠിച്ചവനെ, അള്ളാന്റെ റഹ്മത്തിന്റെ വലിപ്പം എത്രയാ! പഠിച്ചവന്റെ റഹ്മത്തിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ ഹരീത് ഒന്ന് ആലോചിച്ചാൽ, നീ ഉറങ്ങിക്കിടക്കുന്ന നേരം എന്റെ അബുദിന് ഉണർച്ചല്ലാത്ത നേരാണ്. ഇനി അബുദിന്റെ കാര്യം അബുദിനെ ഏൽപ്പിക്കാതെ നേരിട്ട് ആര് ചെയ്യാണ്? അള്ളാഹുവാണ് ചെയ്യാണ്. അബുദിനെ തൊട്ട് വരുന്ന അത് മുഴുവനും അള്ളാഹു മലക്കിനെ നിരുത്തിയിട്ട് ഒഴിവാക്കി കളയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, നീ കേട്ടുള്ള ഒരു അടിസ്ഥാനം ശ്രദ്ധിക്കണം. ഒരു അടിസ്ഥാനം, ഭക്ഷണം കൊണ്ട് ചില രോഗങ്ങൾ തീർന്നു, ചില ഭക്ഷണം കൊണ്ട് തന്നെ രോഗങ്ങൾ തീർന്നു എങ്കിൽ ഒരിക്കലും മരുന്ന് ഉപയോഗിക്കാൻ പാടില്ല. മരുന്ന് ഉപയോഗിക്കേണ്ടത് ആ വിഷയത്തിൽ അവസാനമായിരിക്കണം. കാരണം മരുന്ന് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ചെന്നാൽ അത് ആവശ്യമില്ലാത്ത സ്ഥാനത്താണ് ചെന്നതെങ്കിൽ ആ മരുന്ന് ഉപയോഗം മറ്റൊരു രോഗമായി മാറും. മനസ്സിലായില്ലേ പറഞ്ഞത്? ഭക്ഷണം കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യങ്ങളിലേക്ക് മരുന്ന് കൊണ്ട് പരിഹരിക്കാൻ പാടില്ല. ഇത് നമ്മൾ നല്ല പോലെ ചിന്തിക്കണം. എന്താ ഇവിടെ പറയേണ്ടതെന്നറിയോ? എന്തെങ്കിലും ഒരു ജലദോഷം ഉണ്ടാകുമ്പോഴേത്തിന് ആശുപത്രി കൂടുന്നൊരു സമ്പ്രദായം നമ്മളെ നാട്ടിലുണ്ട്. അത് വല്ലാതെ ഒന്ന് ഒരു ആവി പിടിക്കാം, പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊന്നും ഇന്ന് തീരെയില്ല. ഇതൊക്കെ അധികരിച്ചത് പെണ്ണുങ്ങൾ വീടുകളിൽ ഭരണകർത്താക്കളായപ്പോഴാണ്. പണം അവിടുന്ന് അയച്ചു കൊടുക്കുക, പെണ്ണുങ്ങൾക്ക് ഇറങ്ങിപ്പോകാനുള്ള ഒരു മാർഗം ഉണ്ടാവുക. ഈ ആശുപത്രികളിൽ മുഴുവനും ഡോക്ടർമാരുടെ നിത്യ സന്ദർശകകൾ സത്യത്തിൽ പെണ്ണുങ്ങളിൽ ആരാന്നറിയോ? ഹൈന്ദവ സഹോദരിമാരല്ല, ക്രൈസ്തവ സഹോദരിമാരല്ല. ആരാണ്? മുസ്ലിം പെണ്ണുങ്ങളാ. ഇത് വളരെ വൃത്തികെട്ട ചില കഥകൾ അതിന്റെ പിന്നിലുണ്ട്. അതും ഞാൻ വളരെ വേദനയോടുകൂടെ പറയാം. മാന്യന്മാരൊക്കെ ഉള്ള ഒരു സദസ്സിൽ പറയാൻ പാടില്ല പല വിഷയവും, അതുകൊണ്ട് പറയാതിരിക്കുക. ഈ സ്ത്രീകൾ അമിതമായി ഡോക്ടർമാരടുത്തേക്ക് പോയിട്ട് ഈ ചികിത്സിപ്പിക്കാൻ വേണ്ടി ചെല്ലുക എന്നുള്ളത് ഒരു ഗുണകരമായ കാര്യമല്ല. അവരെ കൊണ്ട് അവിടെ പിടിക്കുക എന്നുള്ളത് ഒരു നല്ല പ്രവർത്തനമല്ല. അത് വളരെ ഒരാണൊരു പെണ്ണിനെ ചികിത്സിക്കേണ്ടത് തന്നെ അവസാനത്തെ ഘട്ടത്തിലാണ്. അവസാനം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിക്കുത്തുണ്ടായി അസ്മാ ബീവിക്ക്. അപ്പോൾ കുഴങ്ങിയിട്ട് ജീവൻ പോകുമെന്ന് കണ്ടപ്പോൾ മുസ്തഫ റസൂലുള്ളാഹി അസ്മാവിനെ പിടിച്ചത് വസ്ത്രം കൂട്ടിപ്പിടിച്ചു എന്നാണ് ഹദീസിലുള്ളത്. ശ്രദ്ധിക്കുക, എങ്ങനെ ചെന്നിക്കുത്തുണ്ടായി. ആർക്ക്? ചെന്നിക്കുത്ത് അറിയില്ലേ? സൈഡിന് തലവേദന കൊണ്ട് കയറുക. ചെന്നിക്കുത്ത് രോഗമുണ്ടായി സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൾ. ആർക്ക്? അസ്മാ ബീവിക്ക് റളിയല്ലാഹു അൻഹ. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു, ഇവിടെ കൂട്ടി അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി ഷിഫാക്ക് വേണ്ടി ദിക്ർ ചൊല്ലി. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മുണ്ട് കൂട്ടി പിടിച്ചു. ഏറ്റവും വലിയ സൂക്ഷ്മശാലിയല്ലേ ഹബീബായ റസൂലുള്ളാഹി.
ആ ഹബീബായ നബി പോലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഇത്ര പോന്ന കാലത്ത് റസൂലുള്ള കാണുന്ന കുട്ടി, റസൂലുള്ള ഇത്ര പോന്ന കാലത്ത് കാണുന്ന കുട്ടിയാണ്. ആ കുട്ടി പെണ്ണായപ്പോൾ ഹബീബ റസൂലുള്ള ഏറ്റവും വലിയ ചികിത്സക്ക് കൊണ്ടുവന്നപ്പോൾ പോലും പുണ്യനബി ആ പെണ്ണിനെ കൈകൊണ്ട് പിടിച്ചില്ല, ബിഖിർഖത്തിൻ ഒരു വസ്ത്രം കൂട്ടി പിടിച്ചു എന്ന ഹദീസിൽ കാണുന്നുണ്ട്. ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അനാവശ്യമായിട്ടുള്ള ഈ ഇന്നത്തെ ഈ ആശുപത്രി പോക്ക് പെണ്ണുങ്ങൾ നല്ല പോലെ നിയന്ത്രിക്കണം. ചില രോഗങ്ങളൊക്കെ ഭക്ഷണം കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയും. ഏറ്റവും നല്ല ഡോക്ടർ എന്നാൽ പരമാവധി മരുന്ന് കൊടുക്കുന്ന ഡോക്ടർ അല്ല, പരമാവധി മരുന്ന് കുറക്കുന്ന ഡോക്ടറാണ്. മരുന്ന് കുറച്ചിട്ട് ചില ആളുകളുണ്ട്, ചില നല്ല ഡോക്ടർമാരെത്തേക്ക് ആളുകൾ പോവില്ല, അത് പരിശോധിച്ചിട്ട്. അതുകൊണ്ട് നമ്മളെ ആളുകൾക്കുള്ള സ്വപ്നമാണത്. നമ്മളെ ആളുകൾക്ക് ആശുപത്രി പോയാൽ തൃപ്തി ആവണമെങ്കിൽ എന്ത് വേണം? ഒരു 10-15 മരുന്നെങ്കിലും ഇയാള് എഴുതി കൊടുക്കും. ഇത് മുഴുവനും എന്താണ്? വൃത്തികെട്ട കെമിക്കല്. എന്താണ്? ഞാൻ ഹൈദരാബാദിൽ ഒരിക്കൽ മരുന്നുണ്ടാക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഫാക്ടറികളിലൊക്കെ ഒന്ന് പോയി 4 കൊല്ലം മുമ്പ് ഇതൊക്കെ കാണാൻ വേണ്ടി പോയി. എന്റെ സുബ്ഹാനെ, ആ വാസന കേട്ട മനുഷ്യന് ബോധം വന്നു കിട്ടുപോകും. ആ ജാതി കെമിക്കലാണ് ഈ ഉണ്ടാക്കുന്ന സാധനം. ഈ അതിന്റെ റോ മെറ്റീരിയൽസ് ഒക്കെ വളരെ എന്താണത്? ആ സാധനങ്ങൾ 8-10-15 ഇങ്ങനെ കുത്തി വരച്ചു കൊടുത്ത നല്ല ഡോക്ടറാണ്. ചില ഡോക്ടർമാര് വന്നാൽ നോക്കി ഒന്ന് പരിശോധിച്ചു, സോക്കടൊന്നുമില്ല, നിങ്ങൾ ആവി പിടിച്ചാൽ ഒന്നുമില്ല, കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു 2 നേരം നിങ്ങളൊന്ന് ഇന്നൊരു ഒരു കഞ്ഞിക്കുറുക്കലിൻ്റെ ഇല ഒന്ന് കൂട്ടി കുടിച്ചോളൂ, അല്ലെങ്കിൽ ഇന്നൊരു പശുമ്പാല് കഴിച്ചോളൂ, എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ അയാൾ ഒരു അന്തല്ലാത്ത ഡോക്ടറാണ്. ഇപ്പോൾ ഡോക്ടർമാർ സത്യത്തിൽ നല്ല ഡോക്ടർമാര് തന്നെ ഒന്ന് നാശാകാൻ തീരുമാനിച്ചോ എന്ന് തോന്നുക. കാരണം അവർക്ക് കേസ് ഉണ്ടാവണില്ല. നല്ല ഡോക്ടർമാരെ മനുഷ്യന്മാർ മനസ്സിലാക്കണില്ല. നമ്മളൊരു ഡോക്ടറായി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ചെന്നാ ഉടനെ അയാൾ പറയണം മൂത്രം ടെസ്റ്റ് ചെയ്യുന്നു, പിന്നെ അയാൾ പറയണം കാഷ്ടം ടെസ്റ്റ് ചെയ്യുന്നു, പിന്നെ അയാൾ പറയണം എൻ്റെ ഒരു എക്സ്റേ എടുക്കുകയാണ്. ഈ എക്സ്റേ എടുക്കലൊക്കെ വലിയ കറാമത്ത് പോലെയാ. എക്സ്റേ ലേസർ രശ്മികളും കൊണ്ട് കയറ്റുക, അത് കൂടിയാൽ തന്നെ ക്യാൻസർ ഉണ്ടാവും. എക്സ്റേ വളരെ കുഴങ്ങിയാലെടുക്കാൻ പാടുള്ളൂ. ലേസർ രശ്മികൾ അങ്ങോട്ട് കയറ്റാണ് ശരീരത്തിന്റെ ഉള്ളിലേക്ക്. അത് മതി. അത് അധികരിച്ചാൽ തന്നെ മനുഷ്യന്മാർക്ക് രോഗം ഉണ്ടാവും. എന്നതാ ക്യാൻസർ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവും. വളരെ പേടിക്കണം. ഒരു ഡോക്ടർ ഈ എക്സ്റേ വിധിക്കുകയാണെങ്കിൽ തന്നെ ചോദിക്കണം, നിർബന്ധം ഉണ്ടോ എന്ന് ചോദിക്കണം. ഇത് അവരുടെ ഈ പൊടി പിടിച്ച് കിടക്കുന്ന സാധനത്തിനെ പ്രവർത്തിപ്പിക്കാനും നമ്മളെ കൊണ്ട് എക്സ്റേ ചെയ്യിപ്പിക്കും. അതും നമ്മൾ മനസ്സിലാക്കണം. ചില നല്ല ഡോക്ടർമാരെ ചില പ്രൈവറ്റ് ആശുപത്രികൾ പെട്ടെന്ന് പറഞ്ഞേക്കും. എന്തുകൊണ്ട്? നല്ല ഡോക്ടർമാരെ പെട്ടെന്ന് പറഞ്ഞേക്കും. ചില വലിയ മെഡിക്കൽ സെന്ററുകളും ആശുപത്രികളും പെട്ടെന്ന് നമ്മൾ പറഞ്ഞേക്കും. എന്തുകൊണ്ട്? അവരെ കണക്കിൽ ആവശ്യമുള്ളത് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ പല മെഷീനുകളും അവിടെ വെറുതെ കിടക്കും. അപ്പോൾ പിന്നെ അവർക്ക് അതന്നെ നിർബന്ധിക്കും അത് ചെയ്യണമെന്ന്. അയാളത് ചെയ്യൂല. എത്ര നല്ല ഡോക്ടർമാരങ്ങനെ വീട് ഒതുങ്ങിയിട്ടുണ്ട്, എത്രയോ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കൂടുതൽ മരുന്ന് കൊടുക്കുന്ന ഡോക്ടർ അല്ല നല്ല ഡോക്ടർ. വളരെ കുറഞ്ഞ രോഗത്തിന് കുറഞ്ഞ മരുന്നിൽ രോഗം ഇല്ലാതാക്കുന്ന ഡോക്ടറാണ്. ഇതിലെ ഇസ്ലാമിക ശാസ്ത്ര പറയണേ കേട്ടോ, ഞാൻ വെറുതെ പറയല്ല. ഒരു ഡോക്ടർ പരമാവധി മരുന്ന് കൊടുക്കരുത്, മരുന്ന് കുറക്കണം. കുഴഞ്ഞാല് മരുന്ന് കൊടുക്കാൻ പാടുള്ളൂ. മരുന്ന് ഇതാലം ഫിൽ ബദനി ദാഅൻ, അതിനോട് യോജിച്ച ഒരു രോഗത്തെ അതിന് കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് അത് ആരോഗ്യത്തെ നശിപ്പിക്കാൻ നോക്കും. പിന്നെ മനസ്സിലാക്കണം, ഒരു മരുന്ന് ശരീരത്തിൽ ചെന്നാൽ അതിന് യോജിച്ച ചില രോഗം കിട്ടണം. ആ രോഗം കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് ആരോഗ്യത്തെ കയറി പിടിക്കും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. സത്യത്തിൽ അലോപ്പതിയിൽ ഇത് വളരെ ദോഷം വരും. എന്തുകൊണ്ട്? അലോപ്പതി നമ്മളെ കൊണ്ട് പരീക്ഷിക്കാനും പലപ്പോഴും. ഞാൻ അലോപ്പതി ആയുർവേദം തമ്മിലുള്ള യുദ്ധത്തിൽ പങ്കേറിയല്ല, അവർ തമ്മിലൊരു യുദ്ധം നിലനിൽക്കുന്നുണ്ട്, അതിൽ ഞാൻ കൂട്ടുകൂടിയല്ല. പക്ഷേ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഡോക്ടർ തന്നെ പറയും, ചില ഡോക്ടർമാരുടെ സ്വഭാവമാണ് ഈ മരുന്നാണ് കുടിച്ചിട്ട് 3-ാം ദിവസം ഒന്ന് വരണേനോ. അതായത് ഇതുകൊണ്ട് ഇത് മാറിയോന്ന് അയാളൊന്ന് മനസ്സിലായില്ല, ഇതുകൊണ്ട് മാറിയോന്ന് ഇയാൾ പരീക്ഷിക്കാണ്. അപ്പൊ അയാൾക്ക് പരീക്ഷണ വേദിയാണ് എന്ത്? സത്യത്തിൽ നമ്മളെ ബോഡി. എന്നിട്ട് അതിന് പറ്റില്ലെങ്കിൽ വേറെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ ഈ കെമിക്കൽ മുഴുവൻ നമ്മളെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റുക. ആവശ്യമില്ലാതെ ട്രിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഉണ്ട കയറ്റുക. നിസ്കാരമില്ല, ഒന്നുമില്ല, പിന്നെ അത് അങ്ങനെ വലിച്ചു കയറ്റുന്നത് ഇഷ്ടം പോലെ. എൻ്റെ അതിൻ്റെ കസര്. അപ്പൊ ചുരുക്കത്തിൽ ഇത് വളരെ ശ്രദ്ധിക്കണം.
നമ്മൾ ഈ കാര്യത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളവര് ഈ കാക്കാമാരും കാക്കാത്തികളും മാപ്പിളാരും മാപ്പിളത്തികളും വൃത്തികെട്ട കൗമായി മാറിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആശുപത്രി ക്രിസ്ത്യാനികൾക്കാണ്, ഏറ്റവും വലിയ രോഗികൾ മുസ്ലിമീങ്ങളാണ്. എന്ത് കോലാണ് ഈ കാണുന്നത് മുഴുവൻ. മുമ്പ് PS വാര്യരുടെ മുതുമുത്തച്ഛനോട് പിന്നെ പോയിട്ട് മോൻ പറഞ്ഞു അത്രേ, അച്ചോ മാപ്പിളാര് പോത്തിറച്ചി തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്, ഇനി രോഗം കുറയുന്നു തോന്നുന്നു. അപ്പോൾ പറഞ്ഞു, അതിനാ വേടിക്കണ്ട മോനെ, അവർക്കെന്നെ വേവിക്കാൻ അറിയൂല. അതായത് അതിനൊരു വേവുണ്ട്, ആ വേവില്ലാതെ ഭക്ഷണം കഴിക്കും. ഇത് തന്നെ മതിയാവും. അവര് ഇറച്ചി കഴിക്കാൻ പോത്തിറച്ചി, അവര് മൂരിയിറച്ചി എന്ന് പഴയ കാലത്ത് മാപ്പിളാര് കഴിച്ചിരുന്നത്. മാപ്പിളാര് പോത്തിറച്ചി കഴിക്കാൻ തുടങ്ങിയപ്പോൾ PS വാര്യരുടെ വല്യച്ഛനോട് മോൻ വന്ന് പറഞ്ഞതാ, അങ്ങനെ ചരിത്ര, ഇതിന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞ സംഭവം. അപ്പോൾ പറഞ്ഞു, പിന്നെ വല്യച്ഛൻ പറഞ്ഞു, പേടിക്കണ്ട മോനെ, അവർക്ക് അതിന്റെ വേവ് അറിയൂല, ആ ഭക്ഷണം ആ ഇറച്ചിയോട് അവർക്ക് രോഗം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇത് തന്നെ. അപ്പൊ സത്യത്തിൽ എന്താണെന്നറിയോ, ഒരു കാര്യത്തെ അതതിന്റെ വൃത്തിയിലും രീതിയിലും ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് വലിയ രോഗങ്ങൾ ഉണ്ടാവും. പരമാവധി മരുന്ന് ഉപയോഗത്തെ കുറക്കണം. ഇന്നത്തെ കെമിക്കൽ മരുന്നുകൾ ശരീരത്തെ വല്ലാതെ നശിപ്പിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. മരുന്നിന്റെ പരിധി വിട്ടുപോയാൽ മരുന്ന് പുതിയ രോഗങ്ങളെ കൊണ്ടുവരും എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഒരു വിഷയത്തിലേക്ക് മരുന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിലേക്ക് ചില അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതാണ്. എന്നിട്ട് മരുന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒന്ന് ഖുവ്വത്തുൽ ഖൽബി. ഒരു രോഗം ഉണ്ടാവുമ്പോഴത്തേന് ആശുപത്രി പോകരുത്. ഖുവ്വത്തുൽ ഖൽബി, ഹൃദയത്തിന്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഇസ്ലാമിക മെഡിക്കൽ സയൻസ് ആണ് ഈ പറയുന്നത്. ഒരു രോഗം ഉണ്ടാവുമ്പോഴത്തേന് മരുന്നിലേക്ക് വീഴരുത്. ആദ്യം എന്ത് ചെയ്യാം? ഖുവ്വത്തുൽ ഖൽബി, ഹൃദയത്തിനൊരു ഖുവ്വത്ത് കൊടുക്കുക. ചില കാര്യങ്ങൾ എനിക്കറിയാം, നിങ്ങൾക്കൊക്കെ അറിയാലോ. ഒരു പനി വന്നു, ഡോക്ടർ ആളുകൾ പറയുന്ന വേഗം പോവാൻ വേണ്ട, നമുക്ക് നാളെ നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു ഹിമ്മത്തിനും ഒരു ഇജ്ജത്തിനും ഒക്കെ ആ രാത്രി കഴിഞ്ഞുകൂടി. അന്നൊക്കെ ദ്വാ ചെയ്തു. വേണമെങ്കിൽ ഒരു 3-4 പ്രാവശ്യം കുറച്ച് ചുക്കും കുരുമുളകും ഒക്കെ കൂട്ടിയിട്ട്, അല്ലേ, അതൊക്കെ ഒന്ന് കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചാൽ പിറ്റേ നേരം സത്യത്തിൽ ഇല്ല. എത്ര ഈ ആന്റിബയോട്ടിക് കയറുന്നത് അവസാനിപ്പിക്കാം. ഇത് നമുക്ക് നല്ലതാ. ഇത് കൂടിയ മനുഷ്യന്മാരുടെ രോഗം. ഒരു മനുഷ്യനെ, എനിക്കറിയാവുന്ന ഒരു സഹോദരൻ, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ആക്സിഡന്റിൽ പെട്ടു. കാല് മുറിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഡോക്ടർ പറഞ്ഞു കാല് മുറിക്കണതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ കുടുംബം പറഞ്ഞു, ഞങ്ങളെ പൊന്നുമോൻ്റെ കാല് മുറിക്കാതെ കിട്ടണം. ഈ മെഡിക്കൽ കോളേജിൽ കിടത്തിയിട്ട് ആന്റിബയോട്ടിക് അങ്ങോട്ട് കയറ്റി കാല് മുറിക്കാതെ രക്ഷപ്പെടുത്തി. അങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. കാലിന് പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. പക്ഷേ പിന്നെ എന്തുണ്ടായി എന്നറിയോ? 2 കൊല്ലം കൊണ്ട് മരിച്ചുപോയി. കാരണം ഈ ആന്റിബയോട്ടിക് ക്യാൻസറായി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറക്കെ പറ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു. ഈ കേസറ്റ് എല്ലാ വീടുകളും കേൾക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ ആവശ്യമില്ലാത്ത ഇംഗ്ലീഷ് മരുന്ന് ഉപയോഗിക്കുന്നത് ഹൈറല്ല. ആവശ്യമില്ലാത്ത നാടൻ മരുന്ന് പോലും ഉപയോഗിക്കാൻ പാടില്ല. ഇത് എഴുതുന്ന കാലത്ത് എന്തില്ല? പറ, ഇത് എഴുതുന്ന കാലത്ത് എന്തില്ല? ഈ കെമിക്കൽ ഇംഗ്ലീഷ് മരുന്നില്ല. എന്നിട്ട് നാടൻ മരുന്ന് പോലും ആവശ്യത്തിലേറെ ഉപയോഗിക്കരുതെന്നാണ് മഹാന്മാർ എഴുതി വെച്ചത്. കിതാബ് തുബ്ബിൽ നിന്നാണ് ഞാൻ ഈ വായിക്കുന്നത്. ഹാഫിദ് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തുബ്ബിൽ എഴുതി വെച്ചിട്ടുള്ള വിഷയങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. സാദുൽ മആദിലും ഇതുപോലത്തെ സംഭവങ്ങൾ കാണുന്നുണ്ട്. ശ്രദ്ധിക്കണം. അപ്പോൾ വളരെ ആരോഗ്യദായകമായ മരുന്ന് മാത്രം ഉപയോഗിച്ചിരുന്ന കാലത്ത് പോലും ആവശ്യമില്ലാതെ ഉപയോഗിക്കരുത്. ഒന്ന് ഖുവ്വത്തുൽ ഖൽബ്, ഒന്ന് വഅ്തിമാദുഹു അലല്ലാഹ്. ഒരു രോഗം വരുമ്പോഴത്തേന് നേരെ ആരിലേക്ക് അഭയം തേടുക? അള്ളാഹുലേക്ക് അഅ്തിമാദ് ചെയ്യും. വത്തവക്കുലി അലൈഹി. മനസ്സിലാവണില്ലേ പറഞ്ഞത്? വത്തവക്കുലി അലൈഹി, അള്ളാഹുവിൽ തവക്കുലാക്കുക. പിന്നെയോ അള്ളാഹിന്റെ മുന്നിലേക്ക് അങ്ങോട്ട് വീഴുക. പഠിച്ചോനെ, എനിക്ക് നീയല്ലാത്തൊരാളില്ലല്ലോ, ഇന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തന്നെ പഠിച്ചോനെ അള്ളാഹിനോട് പറയാം. റബ്ബിനോട് ഇന്നെ കുഴക്കരുത് പഠിച്ചോനെ എന്ന് പറയാം. അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. പിന്നെയോ സ്വദഖ ചെയ്യാം. ഹബീബായ നബി പറഞ്ഞില്ലേ, ഏതൊരു ആപത്തിനെയും നാശത്തെയും തടയാൻ എന്തിന് കഴിയും? സ്വദഖക്ക് കഴിയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിനോട് ദുആ ചെയ്യാം. തൗബ ചെയ്യാം. പിന്നെ വൽ ഇസ്തിഗ്ഫാരി, പൊറുക്കലിനെ തേടുക. ഇസ്തിഗ്ഫാറിനെ പെരുപ്പിക്കുക. രോഗങ്ങൾ ഇല്ലാതാക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് എന്ത്? ഇസ്തിഗ്ഫാർ. അങ്ങനെ ഭയങ്കര നന്മയാണ് ഇസ്തിഗ്ഫാർ. വൽ ഇഹ്സാനി ഇലൽ ഖൽഖി, ജനങ്ങൾക്ക് തന്നാൽ കഴിയുന്നത് മുഴുവനും ചെയ്തു കൊടുക്കുക. വഇഗാസത്തുൽ മൽഹൂഫി,
കുഴങ്ങിയവനെ സഹായിക്കുക, വത്തഫ്രിജാനിൽ മക്രൂബി ബുദ്ധിമുട്ടുള്ളവന്റെ ബുദ്ധിമുട്ട് തീർക്കുക. ഫഇന്ന ഹാദിഹിൽ അദ്വിയ, ഈ ഇത്തരം മരുന്നുകൾ ഖദ് ജറബത്ഹൽ ഉമമു അസ്സാലിഫ, പഴയ കാലത്തെ സമുദായങ്ങൾ മുഴുവനും രോഗം വന്നാൽ പരീക്ഷിച്ചിരുന്ന മരുന്നുകൾ ഇവയായിരുന്നു. ഇത് ഇന്നത്തെ മെഡിക്കൽ സയൻസിൽ ഇല്ല. അവർ വേഗം മൂത്രം പരിശോധിക്കാനില്ല, എന്നതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പറയാം ഞങ്ങൾക്ക് പറയാനുള്ളവരോടൊക്കെ പറഞ്ഞോളൂ എന്ന് പറയും. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, നിങ്ങൾ പറയാനുള്ളവർ പറഞ്ഞോളൂ, എന്നാ പിന്നെ ഇതല്ലേ ഒന്നുകൂടി നല്ലത്. അപ്പൊ ഇത് വളരെ മരുന്ന് ഉപയോഗിക്കണ്ടെന്നല്ല, ഈ കാലത്ത് മെഡിക്കൽ സയൻസിന് അക്കാലത്ത് കെമിക്കൽ ഇല്ല എന്നിട്ട് പോലും ആവശ്യമില്ലാത്തത് ഉപയോഗിക്കരുത് എന്നാണ് ഈ പഠിപ്പിച്ചിട്ടുള്ളത്. പറയാം, ആത്മാവിന് തന്നെ ഒരു ശക്തി ലഭിച്ചാൽ രോഗത്തെ തടയാൻ ശരീരവും ആത്മാവും കരുത്തു നേടും. എന്ത് ഇന്ന് ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോപ്പ് സംഗീതത്തിന്റെ പിതാവായി അറിയപ്പെട്ട ആളാണല്ലോ ആര്? കേറ്റ് സ്റ്റീവൻസ്. കേറ്റ് സ്റ്റീവൻസ് ലണ്ടൻ ആശുപത്രിയിൽ മരിക്കാൻ കിടന്ന ആളാ. എങ്ങനെ രോഗം മാറിയത്? നിങ്ങൾ ഇവിടെ അല്ലേ? എങ്ങനെ കേറ്റ് സ്റ്റീവൻസിന്റെ രോഗം മാറിയത്? ഇന്നത്തെ പേരെന്താ? ഇന്ന് യൂസുഫ് ഇസ്ലാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കേറ്റ് സ്റ്റീവൻസ് ഒരു കാലത്ത് ലോക പോപ്പ് സംഗീതത്തിന്റെ പിതാവായി അറിയപ്പെട്ടിരുന്ന കേറ്റ് സ്റ്റീവൻസിന്റെ രോഗം മാറിയത് എങ്ങനെ? സുഡാനിയായ ഒരു കുട്ടിയെ കൊണ്ട് ഖുർആൻ ഓദിച്ചു. ആ ഖുർആൻ അങ്ങോട്ട് കേട്ടപ്പോൾ, അന്നാ മനുഷ്യൻ ക്രിസ്ത്യാനിയ, ആ ഖുർആൻ അങ്ങോട്ട് കേട്ടപ്പോൾ അതിന്റെ മധുരമായ ശൈലിയിലും അതിന്റെ കാര്യത്തിലൊക്കെ ആരോഗ്യം ബലപ്പെട്ടു. ആ മനുഷ്യനാണ് രക്ഷപ്പെട്ടു. എല്ലാം മരുന്നുകൊണ്ട് ഒഴിവാക്കി, അങ്ങനെ രക്ഷപ്പെട്ടു. എത്രയോ. അപ്പൊ ചിന്തിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് മെഡിക്കൽ സയൻസിലില്ല. ഈ കാര്യങ്ങള് ഇത്തരം കാര്യങ്ങളെ എതിർക്കുകയില്ല. ഖുർആൻ കൊണ്ട് സഹായം തേടുക, അള്ളാഹിനോട് ഖുർആനോട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ ആ രോഗം മാറാൻ വലിയ കാരണമാകും. ഇതിനെ എതിർക്കുകയില്ല. ഇല്ല അജ്ഹലുന്നാസി, പറ്റ വിവരമില്ലാത്തവനല്ലാതെ, തീരെ ഒരാൾക്ക് വിവരമില്ലാതെ ആകുമ്പോഴേ ഇത്തരം കാര്യങ്ങളെ മുഴുവനും എതിർക്കുകയുള്ളൂ എന്ന് ഹാഫിദ് ഇബ്നു ഖയ്യിം തന്റെ സാദുൽ മആദിലും കിതാബുത് തിബ്ബിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. രോഗം വരാതെ സൂക്ഷിക്കാൻ ആദ്യമായി സൂക്ഷിക്കേണ്ടത് എന്താണെന്നറിയോ? ഇയാളാണ്. ഇയാൾ ക്ലിയർ ആക്കിയാൽ രോഗം ഒഴിവാകും ഒരളവോളം. മനുഷ്യൻ നിറച്ച ഏറ്റവും മോശപ്പെട്ട പാത്രം അവന്റെ വയറാകുന്നു. എല്ലാ രോഗത്തിന്റെയും അടിസ്ഥാന കാരണം വയറാണ്. ഇതങ്ങോട്ട് നന്നാക്കിയാൽ രോഗമില്ലാതെ തന്നെ കാരണം. രണ്ട് കാര്യം, ഭക്ഷണം ശ്രദ്ധിക്കാം, എണീക്കൽ ശ്രദ്ധിക്കാം. സുബഹിക്ക് എണീക്കാം. ഒരു വയസ്സിനോട് ഞാൻ ചോദിച്ചു, ഷുഗർ ഉണ്ടോ? ഒരു ഷുഗറും ഇല്ല. അപ്പൊ എന്താ നിങ്ങൾ ശരീരപ്രകൃതി കണ്ടാൽ അങ്ങനെ തോന്നുമല്ലോ? ഇല്ല, അങ്ങനെയല്ല. ഞാൻ 40 കൊല്ലത്തിൻ്റെ ഇടയിൽ ഞാൻ 2 മണിക്ക് കിടന്നിട്ടുണ്ടെങ്കിലും 4 മണിക്ക് എണീക്കാത്തൊരു കാലം ഉണ്ടായിട്ടില്ല. 40 കൊല്ലത്തിനിടയിൽ ഇല്ല. ഇവിടെ കോഴിക്കോട്ട് ഉള്ള ഒരു വയസ്സൻ, കോഴിക്കോട്ടുള്ള ഒരു വയസ്സൻ എന്നോട് 4 മാസം മുമ്പ് ഇവിടെ വെച്ച് പറഞ്ഞതാണ്. നല്ല ഒരു വയസ്സൻ, പക്ഷെ ആരോഗ്യമുണ്ട്. എന്താ കാരണം? നേരത്തെ തന്നെ എണീക്കുക, ഭക്ഷണം കാര്യമായി നിയന്ത്രിക്കുക. ഇത് പ്രധാനപ്പെട്ട കാര്യം. ഒരു മനുഷ്യന് എല്ലാ രോഗത്തിന്റെയും അടിസ്ഥാന കാരണം വയറാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന് ഭക്ഷണം കഴിക്കണമെന്ന് കാര്യമായി തോന്നുകയാണെങ്കിൽ സുലുസുലി തഅമിഹി, 1/3 ഭാഗം ഭക്ഷണത്തിന്, വസുലുസുലി ശറാബിഹി, പാനീയത്തിന് 1/3, വസുലുസുലി നഫസിഹി, ഒരു 1/3. ശ്രദ്ധിക്കേ, മനസ്സിലായില്ലേ പറഞ്ഞത്? ഭക്ഷണത്തിന് 1/3, പിന്നെ പാനീയത്തിന് 1/3, ശ്വാസത്തിന് 1/3. ഇതാണ് ഇതിന്റെ പരമാവധി അളവ്. എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് പൂർത്തിയാക്കി കഴിക്കുന്നതിന് വിരോധമല്ല, എപ്പോഴെങ്കിലും ഒന്ന് ഫുള്ളാക്കി കഴിക്കുന്നതിന് വിരോധമല്ല. അങ്ങനെ ഹദീസിൽ ചില ഭാഗങ്ങളും ഉണ്ട്. പട്ടിണി കിടന്ന് കുഴങ്ങിയ സുപ്പത്തിന്റെ അഹ്ലികാരെ മുസ്തഫ റസൂലുള്ളാഹി വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനത്തെ ഹദീസ് കാണാം. ഈ ഹദീസ് ലക്ഷ്യത്തിന് പറ്റൂല, ഈ വിഷയത്തിന് ലക്ഷ്യത്തിന് പറ്റൂല. ഇത് നാദിറായ ഇൽമാണ്. നല്ലോണം ശ്രദ്ധിക്കണേ. ഇതൊക്കെ എന്നെ ചിന്തിപ്പിച്ച കാര്യമായതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ സംശയം ഉണ്ടാവാൻ ഇതിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാ ബാക്കിയുള്ളവരെയും വിളിക്കുക. അങ്ങനെ എല്ലാവരെയും വിളിച്ചു. അങ്ങനെ കുറച്ച് പാലുണ്ടായിരുന്നു, അത് റസൂലുള്ളാഹി മുഅജ്ജത്തിന്റെ പാലാക്കിയിട്ട് കൊടുത്തു. എല്ലാവരും കുടിച്ചു. അപ്പോൾ പിന്നെ ഞാനും പാലും നബിയും ബാക്കിയായി. ഇനി എന്താന്ന് നബി ഞാൻ നീ കുടിക്കുന്ന നബി എന്നോട് പറഞ്ഞു. അപ്പൊ ശരി വിട്ടു, ഞാനങ്ങോട്ട് കുടിച്ചു. പിന്നെ പറഞ്ഞു ഇശ്രം കുടിക്കുക, ഞാനങ്ങോട്ട് കുടിച്ചു.
പിന്നെ ഞാൻ എന്നോട് കുടിക്കാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് കുടിച്ചു. പിന്നെ എന്നോട് പറഞ്ഞപ്പോൾ നബിയേ മാഫി ബുഡൂൻ, ഒരു ഇത്ര സ്ഥലം പോലും ബാക്കിയില്ല, ഇങ്ങോട്ട് ഒലിക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞു. മനസ്സിലായില്ല. ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാത്ത ആളാണ് ആര്? ഇനി ദിവസങ്ങളോ ചിലപ്പോൾ ഭക്ഷണം ഉണ്ടായിക്കോളും എന്നില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കൊരു വയറ് നിറക്കുന്നതിനൊന്നും അങ്ങനെ വിരോധമുണ്ട്. അങ്ങനത്തെ അവസ്ഥ അതിന് വിരോധമൊന്നുമില്ല. അങ്ങനെയൊക്കെ ഉണ്ടായാൽ അതിന് വിരോധമൊന്നുമില്ല. കാരണം ഏതുപോലെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോലത്തെ ആളുകളൊക്കെ അങ്ങനെ വയറ് നിറച്ചതായി കാണുന്നുണ്ട്. അത് എപ്പോഴെങ്കിലും ഉണ്ടാകുന്ന ഒരു സംഗതി മാത്രമാണ്. വല്ലദീ ബഅസക ബിൽ ഹഖി ലാ അജിദു ലഹു മസ്ലകൻ, ഞാൻ ഉള്ളിലേക്ക് കയറൂല എന്ന് ഞാൻ നബിയോട് പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. ഭക്ഷണം നിറയ, അത് സാധാരണയായി വയറ് നിറയ എന്നുള്ളത് തന്നെ ഹൃദയത്തെ മരിപ്പിക്കുകയും ശരീരത്തിന് വളരെ വലിയ രോഗമുണ്ടാക്കുകയും ചെയ്യും. അധികരിച്ച രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം വയറ് നിറയലാണ് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. അത് നല്ല പോലെ എല്ലാവരും ചിന്തിക്കുക, നല്ല പോലെ അത് മനസ്സിലാക്കുക. മാത്രമല്ല ഹൃദയവും മരിച്ചു ഭക്ഷണം അധികരിച്ച ജനത നരകത്തിലേക്ക് എത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിലും ആയത്തുണ്ട്. വല്ലദീന കഫറു യതമത്തഊന വയകുലൂന കമാ തഅകുലുൽ അൻആം, നരകത്തിലേക്ക് പോകേണ്ട ആളുകളുടെ വിധം പരിധിയില്ലാതെ സുഖിക്കും, പരിധിയില്ലാതെ തിന്നും. അൽ മുഅ്മിനു യഅകുലു ഫീ മഅൻ വാഹിദ് വൽ കാഫിറു യഅകുലു ഫീ സബഅതി അമാൽ. മുഅ്മിനായ മനുഷ്യൻ ഒരു കുടലിൽ കഴിക്കും, കാഫിറായ മനുഷ്യൻ 7 കുടലിൽ കഴിക്കും. ഹബീബാ നബി പറഞ്ഞു, അതായത് മുഅ്മിനിന്റെ സ്വഭാവമുള്ളവൻ ഒരു കുടലിൽ കഴിക്കും, കാഫിറിന്റെ സ്വഭാവമുള്ളവനോ 7 കുടലിൽ കഴിക്കും. കേട്ടോ, ഈ ഹദീസ് ബുഖാരിയിലുണ്ട്. ഇന്ന അൽ മുഅ്മിനു യഅകുലു ഫീ മഅൻ വാഹിദ്, മുഅ്മിനായ മനുഷ്യൻ ഒരു കുടലിൽ കഴിക്കും. അത് ശ്രദ്ധിക്കണം കേട്ടോ. രണ്ടാമത്തെ ഈ പിന്നെ സൽക്കാരക്കാരോട് ഞാൻ പറയാ, ഇത് വളരെ ശ്രദ്ധിക്കണം. സത്യത്തിൽ ഈ സൽക്കാരക്കാരെ അത്ര ഒരു അപകടകാരികളില്ല. സൽക്കാരക്കാർ നല്ല ഭക്ഷണം അവിടെ കൊണ്ടു നിൽക്കുക, എന്നിട്ട് അവിടെ പറയാ എല്ലാവരും ആവശ്യത്തിന് കഴിക്കണേ എന്ന് പറയാം. ഇടക്കിടക്ക് കഴിക്കണേ മറക്കരുത് എന്ന് പറയാം. എന്നിട്ട് ബാക്കിൽ നിന്നിട്ട് ഇതിങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുക. ഇതൊരു വളരെ മോശപ്പെട്ട കാര്യമാണ്. മനുഷ്യന്റെ പാത്രത്തിലേക്ക് ഇങ്ങനെ നിറക്കുക, ഏത് നേരം നിറക്കുക. അത് വളരെ അതിൻ്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇതെന്ന് പറയും. എന്തുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോലത്തെ ആളുകൾക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പലപ്പോഴും അവസരം ഉണ്ടാവില്ല. ഇത് പുറത്തേക്കും ഇത് അവർ ബഹുമാനിക്കാൻ വിചാരിക്കണം. സത്യത്തിൽ എങ്ങനെയെങ്കിലും ഇയാൾ വേഗം തീർന്നു കിട്ടണമെന്നാണ് അവരെ കൊടിയും തോന്നിപ്പോവും. ഇത് വളരെ ദോഷകരം. ഭക്ഷണം അവിടെ കൊണ്ടു നിൽക്കുക, ഇങ്ങനെ പറയും ചെയ്യാം, കഴിക്കണം കേട്ടാ, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് എന്ന് പറയാം. ആവശ്യത്തിന് അവർക്ക് നല്ല വാക്ക് പറഞ്ഞാൽ തന്നെ അവർ കഴിക്കുമല്ലോ. എന്തിനാണ് ഈ ഭക്ഷണങ്ങൾ മുഴുവൻ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരാളുടെ കിഫായത്ത് അയാൾക്കല്ലേ അറിയുള്ളൂ. പിന്നെ പാത്രത്തിലെത്തിയ മനുഷ്യന്മാർ കുഴങ്ങുകയും ചെയ്യും. എന്നൊരു മാന്യത ഉണ്ടല്ലോ, ആ ഭക്ഷണം അവിടെ പകുതിയാക്കിയിട്ട് പോകാൻ നന്നാണ്. അതൊരു മാന്യതക്കല്ല ഒരു ഭക്ഷണം പകുതിയാക്കിയിട്ട് പോകുന്നത്. ഇത് എല്ലാ നേരത്തെ ഒരു മനുഷ്യനായിപ്പോയാൽ എന്താ ചെയ്യാം, എന്ത് ചെയ്യും? അതൊക്കെ വളരെ നമ്മൾ സൂക്ഷിക്കണം. ഈ ഇന്നത്തെ നമ്മളെ സൽക്കാരങ്ങൾ പലപ്പോഴും അതിരി കവിയുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഭക്ഷണങ്ങളിലോ പലപ്പോഴും ഈ മേധസ് കൂട്ടുന്ന ഭക്ഷണങ്ങളാവും കൂടുതൽ. നെയ്യും ഈ തെങ്ങ് ബ്രാൻഡും മൈദയും ഡാൽഡയും ഇതൊക്കെ അങ്ങോട്ട് കൂട്ടിക്കുഴച്ചിട്ട് ഒരു കോലായിരിക്കും, ഒരു പരുവത്തിലായിരിക്കും. ഇതൊക്കെ മനുഷ്യന് വളരെ ദോഷം ഉണ്ടാക്കുന്നു. ഇനി മുസ്തഫ നബിയുടെ രീതി പറയാൻ മത്സരം ഒരാൾ കഴിക്കുമ്പോൾ അന്വേഷിക്കണം. സുന്നത്ത് ഇതെന്താണ്, ഇതെന്താ സാധനം എന്താണ് ചോദിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ യുഖദ്ദിമു യദഹു ലിത്വആമിൻ ഹത്താ യുഹദ്ദസ ബിഹി വയുസമ്മാ ലഹു. കാരണം നബി സല്ലല്ലാഹു മാ യുഖദ്ദിമു യദഹു ലിത്വആമിൻ, ഒരു ഭക്ഷണത്തിലേക്ക് കൈ നബിയോട് വെക്കൂല. ഹത്താ യുഹദ്ദസ ബിഹി, അതിനെക്കുറിച്ച് നബിയോട് പറഞ്ഞു കൊടുത്തിട്ടല്ലാതെ. വയുസമ്മാ ലഹു, അതിന്റെ പേര് ഇന്നതാണ്, ആ സാധനം എന്നതാണെന്ന് പറഞ്ഞു കൊടുക്കാതെ കൈ വെക്കൂല. മനസ്സിലായില്ല? കിട്ടുന്നത് മുഴുവനും അകത്താക്കാനുള്ള കമ്പോസ്റ്റ് കുയ്യല്ലത്ത്, അത് നമ്മൾ മനസ്സിലാക്കണം. കമ്പോസ്റ്റ് കുഴിയാകുമ്പോൾ എലി ചത്തതും പൂച്ച ചത്തതും മുഴുവൻ അതിന് കൊണ്ട് വിളിച്ചതാ. അങ്ങനെയുള്ളത് മുഴുവനും വലിച്ചിടാനുള്ള കുറെ തീറ്റക്കാർ ഇവിടെ പരിസരത്തൊക്കെ ഉള്ളത് ഞാൻ കാണുന്നുണ്ട്. ഓരോരുത്തരും മുഖം പൊത്തിരുന്ന് ചിരിക്കണവും ഞാൻ കണ്ടിട്ടുണ്ട്. പല ചീത്തക്കാരെ എനിക്ക് അറിയും.